बाबा हमको नया जीवन, दिया है बाबा हमको नया जीवन। हीरे जैसा मिला है जीवन, मोती जैसा मन, दिया है बाबा हमको नया जीवन, दिया है बाबा हमको नया जीवन। ओम शांति। हम सभी बाबा के बच्चे यज्ञ स्नेही, यज्ञ सहयोगी तो हैं ही, लेकिन वर्तमान समय आवश्यकता है यज्ञ रक्षक बनने की। वैसे तो जिसने यज्ञ की रचना की वो सर्वशक्तिमान है, वो अपने यज्ञ की रक्षा स्वयं करता है। लेकिन यज्ञ में जो विघ्न आते हैं वो अधिकतर बच्चों के ही आते हैं। इसलिए आज हम सबका ध्यान बाबा खिंचवाते हैं, बच्चे यज्ञ रक्षक बनना है तो पहले स्वयं की स्वयं रक्षा करना सीखो। നമ്മളെല്ലാവരും യജ്ഞസ്നേഹികളും യജ്ഞസഹയോഗികളുമാണ്. ഇപ്പോൾ വർത്തമാന സമയമനുസരിച്ച് നമ്മൾ യജ്ഞരക്ഷകനാകണം. യഥാർത്ഥത്തിൽ യജ്ഞം രചിച്ചത് ശിവബാബയാണ്, യജ്ഞത്തിൻ്റെ രക്ഷകൻ ബാബ തന്നെയാണ്. പക്ഷേ യജ്ഞത്തിൽ വിഘ്നങ്ങൾ വരുന്നതിൻ്റെ കാരണം നമ്മൾ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് യജ്ഞത്തിൻ്റെ വിഘ്നങ്ങളെ മറികടക്കാനും യജ്ഞത്തെ രക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നമ്മൾ അതിൻ്റെ മേലെ ശ്രദ്ധ കൊടുക്കണം. स्वयं की रक्षा कैसे की जाए? हमारे दुश्मन कौन, जिनसे हमें अपनी रक्षा करनी है? യജ്ഞരക്ഷകനാകണമെങ്കിൽ ആദ്യം സ്വയത്തിനെ രക്ഷിക്കണമെന്ന് ബാബ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്വയത്തിനെ രക്ഷിക്കേണ്ടത്? നമ്മുടെ ശത്രു ആരാണ്? हमारे ही कमज़ोर संस्कार, हमारी कमियां कमजोरियां, जिसको बाबा कहते हैं माया है। माया क्या है? മായ എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ബലഹീന സങ്കല്പങ്ങൾ, ബലഹീന സംസ്കാരങ്ങൾ, അതിനെയാണ് ബാബ മായ എന്ന് പറയുന്നത്. माया का अर्थ है कुछ नहीं, माया है ही नहीं कुछ। लेकिन हमारी जो कमी है, कमजोरियां हैं, संस्कार हैं, वही हमारे लिए दुश्मन है, माया बन करके आते हैं. അപ്പം മായ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ച് മായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ബലഹീനമായിട്ടുള്ള ചിന്തകളും ബലഹീനമായിട്ടുള്ള സംസ്കാരങ്ങളുമാണ് നമ്മുടെ ശത്രുവായിട്ട്, മായയായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത്. इसलिए सबसे पहले हमें अपने संस्कारों का परिवर्तन करने के लिए बहुत संकल्पों की शक्ति चाहिए, दृढ़ता चाहिए. നമ്മുടെ സംസ്കാരങ്ങളെ പരിവർത്തനപ്പെടുത്തണമെങ്കിൽ നമുക്ക് നല്ലോണം സങ്കല്പങ്ങളുടെ ശക്തി ആവശ്യമാണ്, ദൃഢത സങ്കല്പങ്ങളിൽ ആവശ്യമാണ്. और जब हमारे बहुत श्रेष्ठ शुद्ध संकल्प चलते हैं, पवित्र संकल्प चलते हैं, कोई भी व्यर्थ और नेगेटिव संकल्प नहीं चलते, तो एक बहुत सुंदर आभा मंडल तैयार हो जाता है. നമ്മുടെ സങ്കല്പങ്ങൾ വളരെ ശ്രേഷ്ഠവും ശുദ്ധവുമാണ് എങ്കിൽ, പവിത്രമായ സങ്കല്പങ്ങളാണ്, ഒരു വ്യർത്ഥവുമില്ല, ഒരു നെഗറ്റീവും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നില്ല എങ്കിൽ അതിൻ്റെ ഫലം അന്തരീക്ഷം വളരെ വളരെ ശുദ്ധമായിരിക്കും, വളരെ ശ്രേഷ്ഠമായിരിക്കും. तो पहली सबसे श्रेष्ठ स्वरक्षा का कवच है शुद्ध पवित्र संकल्पों में रहना. ആദ്യത്തെ സ്വരക്ഷ ശ്രേഷ്ഠമായിട്ടുള്ള വഴി ഇതാണ്. ശുദ്ധ സങ്കല്പങ്ങളുടെ കവചം നമ്മൾ സ്വയം സൃഷ്ടിക്കണം.
അതാണ് ആദ്യത്തെ സ്വരക്ഷ നമ്മൾ ചെയ്യേണ്ടത്. क्योंकि चारों तरफ वर्तमान समय नेगेटिविटी बढ़ रही है. इस वायुमंडल में अनेक अशुद्ध आत्माएं जिनको जन्म नहीं मिला वो भटक रही हैं. अनेक वाइब्रेशंस जिनके अंदर नेगेटिव बातें हैं, पांचों विकारों की प्रवेशता है, उसका वातावरण बना हुआ है. കാരണം ഇന്നത്തെ അന്തരീക്ഷത്തിൽ വളരെയധികം നെഗറ്റിവിറ്റിയുടെ സ്വാധീനമുണ്ട്. ഒന്ന്, ശരീരമില്ലാതെ അലയുന്ന ആത്മാക്കൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ജീവിച്ചിരിക്കുന്നവരുടെ ഉള്ളിൽ തന്നെയുള്ള വികാരങ്ങളുടെ വൈബ്രേഷൻസ്, ഇതൊക്കെയാണ് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നെഗറ്റിവിറ്റി. तो इस कलयुगी दुनिया में इसके वातावरण में रह करके आत्मा पवित्र बने, शुद्ध बने, संपूर्ण पावन बन जाए, उसके लिए बहुत पवित्र श्रेष्ठ संकल्पों की रचना करने की ज़रूरत है. അതുകൊണ്ട് ഈ കലിയുഗി അന്തരീക്ഷം, നെഗറ്റിവിറ്റി നിറഞ്ഞ ഈ അന്തരീക്ഷത്തിൽ നമ്മൾ സ്വയം ശുദ്ധ ആത്മാവായിട്ട് നിലനിൽക്കണമെങ്കിൽ അതിലാദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സങ്കല്പങ്ങളിൽ വളരെയധികം ശുദ്ധത കൊണ്ടുവരണം എന്നുള്ളതാണ്. इसलिए सवेरे सवेरे बाबा हम सबको पॉजिटिव थिंकिंग का कोर्स मुरली सुनाता है. वरदान, स्लोगन, अव्यक्त सारे कितना खजाना देता है, जिस पर मनन करो, चिंतन करो. इसी से ही एक बहुत अच्छा सकारात्मक सोचने का अभ्यास होगा. പോസിറ്റീവായിട്ടുള്ള ശുഭമായിട്ടുള്ള ചിന്തകൾ രചിക്കാൻ വേണ്ടിയിട്ട് ബാബ എല്ലാ ദിവസവും രാവിലെ തന്നെ നമുക്ക് തരുന്ന പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ക്ലാസ്സാണ് മുരളി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ മനനം ചെയ്യുക. എത്ര നല്ല നല്ല പോയിന്റുകൾ ബാബ തരുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ശുഭമായ ചിന്തനമാണ് നമ്മൾ ചെയ്യുന്നത്. അതിലൂടെ എത്ര എനർജി നമുക്ക് കിട്ടും. और बीच बीच में मन को बहुत शक्तिशाली बनाने के लिए, क्योंकि व्यर्थ की उत्पत्ति कमज़ोर मन में ही होती है. വ്യർത്ഥ ചിന്തകൾ വരുന്നത് ബലഹീനമായിട്ടുള്ള മനസ്സിൽ നിന്നാണ്. അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മനസ്സിൻ്റെ ട്രാഫിക് ചെക്ക് ചെയ്യാൻ വേണ്ടി ബാബ പറയാറുണ്ടല്ലോ. इसलिए मन को सशक्त, शक्तिशाली, समर्थ बनाने के लिए अच्छा संग, अच्छा भोजन, अच्छा चिंतन चाहिए. അപ്പം അതുകൊണ്ട് മനസ്സിനെ ശക്തിശാലിയാക്കാൻ വേണ്ടി ആദ്യം തന്നെ നല്ല ഭോജനം ഉണ്ടായിരിക്കണം, നല്ല ചിന്തനങ്ങൾ ഉണ്ടായിരിക്കണം, നല്ല സങ്കല്പങ്ങൾ മനസ്സിൽ രചിക്കണം. तो जो स्वचिंतन करते हैं, शुभ चिंतन करते हैं, उनका एक ओरा बनता है, आभा मंडल बनता है, जिससे वो आत्मा बहुत सुरक्षित अपने को महसूस करती है. അപ്പം നല്ല ചിന്തനങ്ങൾ മാത്രം രചിക്കുന്ന ഒരു ആത്മാവിൻ്റെ തെളിവിതാണ്, അവർക്ക് ചുറ്റും നല്ല ഒരു പ്രകാശ വലയം ഉണ്ടായിരിക്കും. പോസിറ്റീവ് എനർജിയുടെ ശുഭചിന്തകളുടെ ഒരു പ്രഭാവലയം തന്നെ ഉണ്ടായിരിക്കും. आजकल विकारों के कारण, स्वार्थ के कारण, ईर्ष्या के कारण, अनुमान के कारण कई प्रकार की ऐसी छोटी छोटी माया की बहुत रचना है, जिसके कारण लोग एक दूसरे से जलते हैं, नफरत करते हैं. कोई आगे बढ़ता है तो उसको पीछे खींचते हैं. और ऐसे समय में हम अपने आप को सुरक्षित रख सकें, उसकी बहुत ज़रूरत है. എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം അങ്ങനെയാണ്. എല്ലാവരുടെ ഉള്ളിലും പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നുണ്ട്. സ്വാർത്ഥതയുടെ പേരിലായിരിക്കാം, അസൂയയുടെ പേരിലായിരിക്കാം, തെറ്റിദ്ധാരണകളുടെ പേരിലായിരിക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചുറ്റുമുണ്ട്. ഇതിൽ നിന്നെല്ലാം സുരക്ഷിതമായിരിക്കാൻ നമ്മൾ വളരെയധികം നമ്മുടെ മേലെ ശ്രദ്ധ വയ്ക്കണം. അതിനാണ് ശുഭചിന്തകൾ നമ്മൾ സ്വയം രചിക്കണം എന്ന് പറയുന്നത്. जब कोई आगे बढ़ने लगते हैं तो उनको खींचने वाले भी बहुत हो जाते हैं तैयार. ആരെങ്കിലും മുന്നോട്ട് ഉയരുന്നു എന്ന് കാണുമ്പോൾ അവരെ താഴെ ഇടാൻ വേണ്ടിയിട്ട് പുറകുന്ന് പിടിച്ചു വലിക്കും. അതെല്ലാം നടക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. कोई अनुमान लगा करके नाम खराब करने की कोशिश करते हैं, बदनाम करने की कोशिश करते हैं. बहुत कुछ ईर्ष्या, द्वेष, नफरत के कारण, अनुमान के कारण वार होते हैं माया के.
വെറുതെ നമ്മളുടെ മേൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അസൂയയോ ദേഷ്യമോ ഉണ്ടായിരിക്കും. അപ്പം നമ്മളെ താഴേക്ക് വലിച്ചിടാൻ വേണ്ടി തന്നെ നമ്മളെക്കുറിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരത്തും. തെറ്റിദ്ധാരണകൾ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാക്കും. അപ്പോൾ അതെല്ലാം നടക്കുന്ന ഒരു സമയമാണിത്. इसलिए बाबा एक शब्द बड़ा मीठा यूज करते हैं, बच्चे छुई मुई नहीं बनो. टच कहते टच किया और मुरझा गया, ऐसे नहीं बनो. അതുകൊണ്ട് ബാബ എപ്പോഴും നമ്മുടെ അടുത്ത് ഒരു വാക്ക് പറയാറുണ്ട്, കുട്ടികളെ നിങ്ങൾ തൊട്ടാ വാടിയാകരുത്, ആരെങ്കിലും തൊടുമ്പോഴേക്കും അങ്ങ് വാടിപ്പോകുന്ന പോലെ ആകരുത്. अपने आप को खुद शक्तिशाली बनाओ, अपने मन को बहुत मजबूत करो. कोई कुछ भी कहेगा, नीचे ऊपर बातें होंगी, नुकसान भी होगा, दुनिया ऐसी है, विनाशी चीज़ें हैं, तो उसमें हमें अपनी स्थिति नहीं बिगाड़नी है. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി വളരെയധികം ശ്രദ്ധിക്കണം, ശക്തിശാലിയാക്കി വെക്കണം, മനസ്സിനെ ശക്തിശാലിയാക്കി വെക്കണം. ആരെന്ത് പറഞ്ഞാലും ശരി, അന്തരീക്ഷത്തിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ വരുന്ന പോലെ ഉണ്ടായി, വസ്തുവൈഭവങ്ങളാണെങ്കിലും ശരി, വ്യക്തികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, പരിതസ്ഥിതികൾ എന്താണെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി ശക്തിശാലിയാക്കി വെക്കാൻ വളരെ ശ്രദ്ധ കൊടുക്കണം. 3-4 दिन पहले बाबा ने एक बहुत सुंदर वरदान दिया था कि बच्चे संगम युग पर हर एक ब्राह्मण के पास श्रेष्ठ स्थिति का मेडल होना चाहिए. കഴിഞ്ഞ ദിവസത്തെ മുരളിയിൽ വരദാനത്തിൽ ബാബ പറഞ്ഞതാണ്, ഈ സംഗമയുഗത്തിൽ ഓരോ ബ്രാഹ്മണ കുട്ടിയുടെ അടുത്തും ശ്രേഷ്ഠ സ്ഥിതിയുടെ മെഡൽ ഉണ്ടായിരിക്കണം. जो कुछ हम सब कर रहे हैं पुरुषार्थ, वो अपनी श्रेष्ठ स्थिति बनाने के लिए कर रहे हैं. നമ്മൾ എന്ത് പുരുഷാർത്ഥം ചെയ്യുന്നതും നമ്മുടെ സ്ഥിതി ശ്രേഷ്ഠമാക്കാൻ വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. अगर छोटी छोटी बातों में स्थिति डगमग होती है, मूड खराब होती है, अपसेट हो जाते हैं, तो स्थिति कहाँ है? ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മുടെ സ്ഥിതി ഡൗൺ ആവുകയാണ്, മൂഡ് ഓഫ് ആകുകയാണ്, അപ്സെറ്റ് ആകുകയാണെങ്കിൽ പിന്നെ നമുക്ക് സ്ഥിതി ഉണ്ടെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? श्रेष्ठ स्थिति का आधार है श्रेष्ठ चिंतन, श्रेष्ठ स्मृतियाँ. ശ്രേഷ്ഠ സ്ഥിതിയുടെ ആധാരം ശ്രേഷ്ഠ ചിന്തനങ്ങളാണ്, ശ്രേഷ്ഠ സ്മൃതികളാണ്. तो बाबा ने हमें सब प्रकार की स्मृतियाँ दिलाई हैं. पूरा ज्ञान ही स्मृति दिलाने का है. विस्मृति हो गई थी, स्मृति दिला दिया. മുഴുവൻ ജ്ഞാനവും തന്നെ നമ്മൾ മറന്നുപോയ കാര്യങ്ങളുടെ സ്മൃതി ഉണർത്താൻ വേണ്ടിയിട്ടാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ സ്മൃതി ഉണർത്തലാണ്. എത്ര എത്ര ശ്രേഷ്ഠ സ്മൃതികളാണ് ബാബ നമുക്ക് നൽകിയിട്ടുള്ളത്. चारों ही सब्जेक्ट स्मृति के आधार पर हैं. ज्ञान की स्मृति दिया, आप आत्मा हो, परमात्मा परमधाम निवासी आपके पिता हैं, घर वो है, पाठ बजाने के लिए आए हो. स्मृति दिलाई, अंधेरा दूर हो गया. 4 വിഷയവും സ്മൃതിയുടെ ആധാരത്തിലാണ്. ഇപ്പം ജ്ഞാനം എടുക്കുകയാണെങ്കിൽ നമുക്ക് ബാബ സ്മൃതി തന്നില്ലേ, ഞാൻ ആത്മാവാണ്, ഞാൻ പരംധാം നിവാസിയാണ്, പരമാത്മാവിൻ്റെ കുട്ടിയാണ്, പാർട്ട് അഭിനയിക്കാൻ വേണ്ടി ഞാൻ താഴേക്ക് വന്നതാണ്. അപ്പോൾ ഈ അറിവ് കിട്ടിയപ്പോൾ സ്മൃതി വന്നപ്പോൾ തന്നെ അന്ധകാരം ഉള്ളിൽ നിന്ന് പോയില്ലേ. योग तो है ही स्मृति. योग का अर्थ ही है परमात्मा स्मृति में रहना. യോഗം എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ എന്താണ്? സ്മൃതിയാണ്. ആത്മാവ് പരമാത്മാവിൻ്റെ സ്മൃതിയിലിരിക്കുക. ബൈജി 1 മിനിറ്റ്, एक അനൗൺസ്മെൻറ്റ്. 58AA 3843 സ്കോഡ കാർ ആരുടെയാണെന്ന് വെച്ചാൽ ഒന്ന് മാറ്റണം, അവിടെ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. 58AA 3843 स्कोडा कार जी. कोई भी नहीं है, यहाँ नहीं है? नहीं, कोई नहीं. धारणाएं भी बाबा ने स्मृति दिला दी कि बच्चे तुम देवता थे, तुम्हें ही बनना है. स्मृति आ गई कि दिव्य गुण हमारे जीवन का श्रृंगार है, हमें दिव्य गुण अपने जीवन में धारण करने हैं. स्मृति आते ही वो देवताई गुण लक्षण जीवन में आ गए. ധാരണയുടെ വിഷയമാണെങ്കിലും സ്മൃതിയാണ് ബാബ ഉണർത്തിയത്. നിങ്ങൾ ദേവതയായിരുന്നു. ആ സ്മൃതി വന്നപ്പോഴാണ് നമുക്കറിയുന്നത് നമ്മുടെ ഉള്ളിലെ ദൈവീക ഗുണങ്ങളാണ് വേണ്ടത്. ദേവത ആത്മാവിന് ദൈവീക ഗുണങ്ങളാണ് ധാരണ ചെയ്യേണ്ടത്. ആ സ്മൃതി ഉണർന്നപ്പോഴല്ലേ ആ ഗുണങ്ങളെ ധാരണ ചെയ്യാൻ നമ്മൾ തുടങ്ങിയത്.
सेवाओं में भी स्मृति दिला दी कि यही आपकी सारी रचना, आपके ही सब भाई बहनें हैं, सब एक दूसरे के साथी हो, सहयोगी हो, सेवादारी हो। यही राजाई पद की स्थापना, राजाई घराने की स्थापना हो रही है, स्मृति दिलाई बाबा ने। ഇപ്പം സേവനത്തിൻ്റെ വിഷയത്തിലും ബാബ സ്മൃതി ഉണർത്തുകയാണ് ചെയ്തത്. നമുക്ക് മനസ്സിലാക്കി തന്നു, എല്ലാവരും എൻ്റെ തന്നെ സഹോദരി സഹോദരന്മാരാണ്, എൻ്റെ സഹോദരാത്മാക്കളാണ്. ഇപ്പോൾ വിശ്വത്തിൽ നമ്മുടെ രാജധാനിയുടെ സ്ഥാപനയാണ് നടക്കാൻ പോകുന്നത്. ഈ സ്മൃതിയല്ലേ നമുക്ക് ഉണർത്തി തന്നത്. तो चारों सब्जेक्ट की स्मृति जितना हम स्वरूप में रहते हैं उतना हमारी स्थिति अच्छी बन जाती है. അപ്പോൾ ഈ 4 വിഷയത്തിൻ്റെ ആധാരത്തിൽ എത്രമാത്രം ശ്രേഷ്ഠ സ്മൃതി നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉണർത്തി വയ്ക്കുന്നു, അതനുസരിച്ച് നമ്മുടെ സ്ഥിതിയും നല്ല ശ്രേഷ്ഠമായിരിക്കും. इन स्मृतियों में रहना ही स्वदर्शन है, स्व का दर्शन. ഈ സ്മൃതികളിൽ ഇരിക്കുന്നതിനെ തന്നെയാണ് സ്വദർശനം ചെയ്യുക, സ്വയത്തെ ദർശിക്കുക എന്ന് പറയുന്നത്. इससे अपने आप माया का गला कट जाता है. ഓട്ടോമാറ്റിക്കലി മായ പിന്നെ നമ്മുടെ അടുത്തേക്ക് വരില്ല, മായ ദൂരെയാകും. हम सब मायाजीत बन जाते हैं. മായാജീത്ത് ഓട്ടോമാറ്റിക്കലി ആകും. तो पहले अपने स्वरक्षक बन करके स्वयं के लिए रक्षा कवच तैयार करो. അതുകൊണ്ട് ആദ്യം സ്വരക്ഷകനായി അവനവന് വേണ്ടി രക്ഷാ കവചം ഈ രീതിയിൽ, അതായത് ശ്രേഷ്ഠ സ്മൃതികളിൽ ഇരുന്ന് ശ്രേഷ്ഠ ചിന്തകൾ സദാ രചിച്ച് അവനവൻ്റെ രക്ഷകനാകും. अपने बिस्तर से जब उठते हैं सुबह सुबह अमृत वेले, तो ऐसे अनुभव करो जैसे बाबा ने ऊपर से रक्षा कवच डाल दिया और मैं वो रक्षा कवच पहन करके निकल रहा हूँ घर से. वो रक्षा कवच अगर है तो कोई कुछ भी करे, तंत्र मंत्र जंत्र बहुत कुछ दुनिया में चल रहा है, उन सब में सेफ रह सकेंगे. കിടക്കേന്ന് രാവിലെ എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അനുഭവം ചെയ്യണം. മേലെ നിന്ന് ബാബ എൻ്റെ ശിരസിൻ്റെ മേലെ ഒരു രക്ഷാ കവചമാണ് എനിക്ക് അണിയിച്ചു തരുന്നത്. ആ രക്ഷാ കവചവുമായിട്ട് വേണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. മുഴുവൻ ദിവസവും ആ രക്ഷാ കവചത്തിൻ്റെ ഉള്ളിലായിരിക്കണം. പിന്നെ നമ്മുടെ മേലെ ആര് എന്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, മന്ത്രതന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നമ്മളെ ബാധിക്കില്ല. कोई भी मैली विद्या का प्रभाव नहीं पड़ सकता है अगर हमने रक्षा कवच पहना है तो. വ്യക്തിയും मैली विद्या उसको बोलते हैं, മേലെ मैली विद्या जो അച്ഛാ അച്ഛാ ഓ ബ്ലാക്ക് മാജിക്, ब्लैक मैजिक मैली विद्या. അതാണ് ബ്ലാക്ക് മാജിക് എന്ന് പറയില്ലേ, ഈ എന്താ അതിനെ പറയണേ, ഗൂഢോത്രം അങ്ങനത്തെ ഒന്നും ബാധിക്കില്ല. तो इसलिए स्वरक्षक बन करके फिर हम मर्यादाओं का रक्षा करें. बाबा ने जो मर्यादाओं की रेखा खींची है उस रेखा का कभी उल्लंघन ना हो. അപ്പം ആദ്യം സ്വരക്ഷ ചെയ്യണം. രണ്ടാമത്തത് ബാബ നമുക്ക് നൽകിയിട്ടുള്ള ഈശ്വരീയ മര്യാദകൾ, ആ മര്യാദകൾ നമ്മൾ എപ്പോഴും രക്ഷിച്ചു വെക്കണം. ആ മര്യാദകളെ ഒരിക്കലും നമ്മൾ ലംഘിക്കാൻ പാടില്ല. कितना अच्छा यादगार रामायण के अंदर दिखाते हैं. जब सीता जी परख नहीं सकी माया के रूप को, राम की आवाज़ को, लक्ष्मण ने उनके सामने एक रेखा खींची सुरक्षा के लिए कि ये रेखा खींच रहा हूँ माता, तुम इससे बाहर नहीं निकलना, क्योंकि यहाँ बहुत सारा मायावी वायुमंडल है. रेखा खींच दी. लक्ष्य मन रेखा, मन को जो लक्ष्य दिया है वो रेखा है. उस रेखा का अगर उल्लंघन किया तो रावण शोक वाटिका में ले जाएगा. രാമായണത്തിൽ എത്ര നല്ല ഉദാഹരണമാണ് കാണിച്ചിട്ടുള്ളത്. സീതാദേവി ലക്ഷ്മണ രേഖ ലംഘിച്ചപ്പോൾ രാവണൻ്റെ പിടിയിൽ പെട്ടു. അത് യഥാർത്ഥത്തിൽ അർത്ഥം ഇതാണ്. ലക്ഷ്മണ രേഖ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ലക്ഷ്മണ രേഖ. പക്ഷെ എന്നാണോ നമ്മൾ ആ ലക്ഷ്യത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്നത്, അപ്പോൾ മായ നമ്മളെ തീർച്ചയായിട്ടും മായയുടെ വശത്താക്കും. എന്ന് പറഞ്ഞാൽ മര്യാദകൾ ലംഘിച്ച് നമ്മൾ കടന്നാൽ തീർച്ചയായിട്ടും മായ നമ്മളെ പിടിക്കും. तो हम सबको कौन सा लक्ष्य मिला है? അപ്പം നമുക്കെല്ലാവർക്കും ലഭിച്ചിട്ടുള്ള, മനസ്സിന് ലഭിച്ചിട്ടുള്ള ലക്ഷ്യം എന്താണ്? बाबा ने लक्ष्य दिया ना, मन को लक्ष्य दिया है तुम्हें मनुष्य से देवता बनना है. लेकिन देवता बनने के पहले
शूद्र से ब्राह्मण, ब्राह्मण से फरिश्ता, फरिश्ता से देवता, स्टेप्स हैं। तो ये लक्ष्य जो है कि हमें पक्का ब्राह्मण बनना है, फिर फरिश्ता बनना है, फिर देवता बनना है। इस लक्ष्य से मन को हटाना नहीं। അപ്പം നമുക്ക് ബാബ തന്നിട്ടുള്ള ലക്ഷ്യമാണ് മനുഷ്യനിൽ നിന്ന് ദേവത. പക്ഷെ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്. ശൂദ്രനായിട്ട് നമ്മൾ വന്നു, ബ്രാഹ്മണനായി. ഇപ്പോൾ പക്ക ബ്രാഹ്മണനാവുക ആദ്യത്തെ ലക്ഷ്യം. ബ്രാഹ്മണനിൽ നിന്ന് ഫരിഷ്തയാകുക, ഫരിഷ്തയിൽ നിന്ന് ദേവതയാവുക. അപ്പോൾ ഈ ലക്ഷ്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ ദൃഢമായിരിക്കണം. तो सच्चे पक्के ब्राह्मण के लक्षण हमारे जीवन में आए हैं. അപ്പം സത്യമായ പക്ക ബ്രാഹ്മണൻ്റെ ലക്ഷണങ്ങൾ എന്താണോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ടോ? उसके लिए मर्यादाएं क्या हैं? അപ്പോൾ പക്ക ബ്രാഹ്മണൻ്റെ മര്യാദകൾ എന്തൊക്കെയാണ്? एक है दृष्टि के लिए मर्यादा. ആദ്യത്തെ ദൃഷ്ടിക്ക് വേണ്ടിയിട്ട് ബാബ തന്നിട്ടുള്ള മര്യാദ. दृष्टि केवल आत्मिक दृष्टि रहे, शरीर को देखते भी नहीं देखना. ये सर्प है और आत्मा मणि है. मणि को देखने का अभ्यास करो. ദൃഷ്ടിക്ക് ബാബ തന്നിട്ടുള്ള മര്യാദ ഇതാണ്. ഏതുപോലെ നാഗത്തിന് മണിയുണ്ട്, അതുപോലെ നമ്മൾ ഈ ശരീരമാകുന്ന നാഗത്തെ നോക്കരുത്. അതിൻ്റെ ഉള്ളിലുള്ള മണി ആത്മാവിനെ മാത്രമാണ് നോക്കേണ്ടത്. बहुत सारी मुरलियाँ साकार बाबा की आत्मा को सिविलाइज्ड बनाना, क्रिमिनलाइज्ड खत्म हो जाए, उस पर बहुत बाबा ने समझाया. दृष्टि बहुत धोखा देती, आंखें बहुत धोखा देती हैं. जो चीज़ देखते हैं या तो विकारी संकल्प आते हैं, या लोभ वृत्तियाँ, लालच की वृत्तियाँ, खाने की वृत्तियाँ, ये खा लूँ, ये उठा लूँ. तो कई प्रकार की माया दृष्टि के द्वारा अंदर प्रवेश करती है. സാകാര മുരളിയിൽ ഒരുപാട് ബാബ നമുക്ക് അറ്റൻഷൻ തന്നുകൊണ്ടിരിക്കുന്നതാണ് ദൃഷ്ടിയുടെ മേൽ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണുകൾ സിവിലൈസ്ഡ് ആക്കണമെന്ന് ബാബ എപ്പോഴും പറയാറുണ്ട്. അതായത് വികാരി ദൃഷ്ടി വരാൻ പാടില്ല. എന്തെങ്കിലും കാണുമ്പോഴേക്കും ഉള്ളിൽ വികാരങ്ങളുടെ ചിന്തകൾ വരാൻ പാടില്ല. അതുപോലെ ലോഭത്തിൻ്റെ, അത്യാർത്തിയുടെ, കഴിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാനുള്ള ഒരു ആകർഷണം വരെ, കഴിക്കാൻ പാടില്ലാത്തതായിരിക്കും, അപ്പോൾ അത് കഴിക്കാൻ തോന്നും. അപ്പോൾ ദൃഷ്ടിയിലൂടെ തന്നെ മായ നമ്മളെ വളരെയധികം ശല്യം ചെയ്യും. അതാണ് ദൃഷ്ടിക്ക് വേണ്ടിയിട്ട് ബാബ പ്രത്യേകിച്ച് മര്യാദ തന്നിട്ടുള്ളത്. दृष्टि से जब कोई चीज़ जाती अंदर, तो उसके बाद जब बार बार कोई संकल्प चलते हैं तो वृत्तियाँ बनने लगती हैं. उसकी वृत्तियाँ अंदर अंदर चलते चलते बार बार सुमिरन करने से वृत्ति बन जाती है. हमारा एटीट्यूड, दृष्टि ऐसी हुई, वृत्ति ऐसी हो गई. कहते दृष्टिकोण ऐसा हो गया, ये है ही ऐसा, ये है ही ऐसा. कैसे बन गया? बार बार संकल्प चलाने से. നമ്മൾ ഭാവന, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ദൃഷ്ടികോൺ എന്നല്ലേ പറയുന്നത്, മനോവൃത്തി എന്ന് പറയും. അത് ഉള്ളിൽ മുദ്രയടിച്ച പോലെ ഉണ്ടാകും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൃഷ്ടിയിലൂടെ നമ്മൾ അകത്തേക്ക് വീണ്ടും 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 എന്താണോ എടുത്തത്, ദൃഷ്ടിയിലൂടെ നമ്മൾ അകത്തേക്ക് വീണ്ടും വീണ്ടും എടുത്തതാണ് നമ്മുടെ ഉള്ളിൽ മനോവൃത്തിയായിട്ട് അവിടെ സ്റ്റോറാകും. അപ്പോൾ അത് പിന്നെ മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ദൃഷ്ടിയിലൂടെ എടുത്തത് ഉള്ളിൽ സ്റ്റോറാകും. हमारी वृत्तियाँ अनासक्त हों, उपराम हों, वैराग्य की हों, तब ये वृत्तियाँ शुद्ध होंगी और कंट्रोल में रहेंगी. അപ്പം ദൃഷ്ടി ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ മനോവൃത്തി മോശമാകും. അപ്പം അതുകൊണ്ട് ബാബ നമ്മുടെ മനോവൃത്തി എപ്പോഴും അനാസക്ത വൃത്തിയായിരിക്കണം എന്ന് പറയാറുണ്ട്. ഒന്നിനോടും ഒരു പ്രത്യേക ആകർഷണമോ അല്ലെങ്കിൽ വികാരത്തിൻ്റെ അതൊന്നും വരാത്ത അനാസക്ത വൃത്തിയായിരിക്കണം ഒരു പക്ക ബ്രാഹ്മണൻ്റെ ഉള്ളിൽ വേണ്ടത്. और उसके बाद आती है स्मृति. स्मृति, दृष्टि, वृत्ति, स्मृति. स्मृति के लिए मर्यादा है कि जो कुछ बीत गया वो फुल स्टॉप, उसका चिंतन नहीं करना. बीती सो बीती, वो इतिहास हो गया. മൂന്നാമത്തേത് സ്മൃതി. ആദ്യം ദൃഷ്ടി പറഞ്ഞു, ദൃഷ്ടി ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ വൃത്തി, വൃത്തിയിലേക്ക് എന്തെങ്കിലും പോയാൽ പിന്നെ അത് പോകാൻ ബുദ്ധിമുട്ടാണ്. മൂന്നാമത്തേതാണ് സ്മൃതി എന്ന് പറയുന്നത്. അതായത് സ്മൃതിക്ക് വേണ്ടിയിട്ട് ബാബ തന്നിട്ടുള്ള മര്യാദ ഇതാണ്: കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കേണ്ട, അതിന് ഫുൾ സ്റ്റോപ്പ്. जो कुछ हुआ पास्ट में, देह अभिमान के कारण बहुत भूलें हुई हैं, पाप हुए हैं, कई अवज्ञाएं हुई हैं. बाबा कहते बच्चे भूल जा, भूल जा. नहीं भूलता है तो बाबा के सामने बैठो,
सच्चे दिल से बाबा को सुना करके बाबा से माफ़ी लो और वायदा करो बाबा फिर से नहीं होगा। ये स्मृति को श्रेष्ठ बनाने का साधन है। ഇപ്പോൾ സ്മൃതി എപ്പോഴും ശ്രേഷ്ഠമാക്കി വെക്കാനുള്ള ഒരു പുരുഷാർത്ഥം ഇതാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ അഥവാ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം നമ്മൾ ചെയ്തുവെങ്കിൽ അത് ബാബയുടെ മുന്നിൽ പോയിരുന്ന് ബാബയുടെ അടുത്ത് തുറന്നു പറഞ്ഞ് ബാബയുടെ അടുത്ത് സോറി പറയുക, എന്നിട്ടത് മറന്നു കളയുക. ഒരിക്കലും അത് പിന്നെയും പിന്നെയും നമ്മൾ ഓർമ്മിക്കാൻ പാടില്ല, എന്നേക്കുമായിട്ട് അത് മാച്ച് കളയുക. कल क्या होगा उसका चिंतन नहीं, जो होगा बहुत अच्छा होगा. അതുപോലെ സ്മൃതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാളത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ. നാളെ എന്താകും അതും പാടില്ല. നാളെ നല്ലത് തന്നെ നടക്കുള്ളൂ എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ സെറ്റ് ചെയ്യണം. बीते हुए का चिंतन नहीं, आने वाले की चिंता नहीं. അതായത് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കരുത്, ചിന്തനം ചെയ്യരുത്. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴേ ചിന്തിക്കേണ്ട ആവശ്യവുമില്ല. वर्तमान को अच्छा बनाना है. വർത്തമാന സമയം നല്ലതാക്കി വയ്ക്കുക. वर्तमान को कहते हैं प्रेजेंट है, जो बीत गया उसको भूतकाल कहते हैं, आने वाला रहस्य है, लेकिन वर्तमान जो है वो गिफ्ट है. അപ്പോൾ കഴിഞ്ഞു പോയതിന് ഭൂതകാലം എന്നാണ് പറയുന്നത്, വരാനിരിക്കുന്നതിനെ പറയുന്നത് രഹസ്യം എന്നാണ്. എന്താണോ ഇപ്പോൾ അതാണ് പ്രസൻറ്റ്, അതാണ് നമ്മുടെ കയ്യിലുള്ളത്. तो स्मृति स्वरूप बन करके रहना, एक बाबा दूसरा न कोई, स्मृति में बस एक को बसाना. ഇപ്പം സ്മൃതിക്ക് വേണ്ടി ബാബ തന്ന മര്യാദ ഇതാണ്, സ്മൃതി സ്വരൂപമായിട്ട് ഇരിക്കുക, പ്രസൻറ്റ് ടൈം. ഒരേ ഒരു ബാബ മാത്രം എനിക്ക്, ഒരേ ഒരു ബാബയുടെ മാത്രം സ്മൃതിയിലിരിക്കുക. फिर चौथी है बोल की मर्यादा, इस पर बहुत ध्यान देना. നാലാമത്തേതാണ് നമ്മുടെ സംസാരത്തിൻ്റെ മര്യാദ. ഇത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. बोल की एनर्जी बहुत बहुत ज़रूरी है, बचाना, बोल को बचाना. എന്ന് പറഞ്ഞാൽ വാക്കുകളിലൂടെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്ന എനർജി ഒരുപാടാണ്. അതുകൊണ്ട് ആ എനർജി പോകാതെ നമ്മൾ സംരക്ഷിക്കണം, വേസ്റ്റ് ആവരുത്. कहते हैं बोल बड़े अनमोल हैं. പറയാറുണ്ട് വാക്കുകൾ വളരെ അമൂല്യമായിരിക്കണം എന്നുള്ളത്. वही बोल बोलो जो सिद्ध होने वाले हो. അതായത് നടക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുക. और इतना बोलो जो शाम के समय अगर बैठो तो पता चले कितने बोल बोले, गिनती कर सको. ആവശ്യമുള്ളത് മാത്രം പറയുക, ശരിക്കും നടക്കേണ്ട കാര്യങ്ങൾ മാത്രം പറയാം. അപ്പോൾ സന്ധ്യയ്ക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ദിവസം മുഴുവനും നോക്കുമ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് നമുക്കറിയാൻ സാധിക്കണം, എണ്ണാൻ പറ്റണം നമ്മൾ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത്. അത്രേ സംസാരിക്കാൻ പാടും. इसलिए महान आत्माओं के बोल को महावाक्य कहा जाता है. അതുകൊണ്ടാണ് മഹാനാത്മാക്കളുടെ മുഖത്തുനിന്ന് വരുന്ന വാക്കുകളെ മഹാവാക്യങ്ങൾ എന്ന് പറയുന്നത്. और सबकी इच्छा होती है कि ये बड़े लोग हमारे लिए कुछ तो बोले, बाबा हमको कुछ तो बोले, बड़े कुछ तो कहें. वो महावाक्य सुनने की इच्छा होती है. അതുകൊണ്ടാണല്ലോ മഹാനാത്മാക്കളുടെ മുഖത്തിൽ നിന്ന്, ഇപ്പോൾ ബാബയുടെ ആണെങ്കിലും ബാബ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദാദിമാരാണെങ്കിലും മുതിർന്നവരാണെങ്കിൽ മഹാനാത്മാക്കളുടെ മുഖത്തിൽ നിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും, ആ മഹാവാക്യങ്ങൾ കേൾക്കാൻ വേണ്ടി. और ये देखा है हम लोगों ने, दादियों के वाक्य जो बोलती हो जाता. जहाँ भी कोई बात हुई दादियों को बताया, ठीक हो जाएगा, ठीक हो जाएगा. इतना कहने से ही सब ठीक हो जाता है. इतने वाक्य सिद्ध होने लगे उनके. ഇപ്പം നമ്മുടെ എല്ലാം അനുഭവമാണ്, ദാദിമാരുടെ മുഖത്തുനിന്ന് ദാദിമാർ എന്തു പറഞ്ഞോ അത് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ദാദിയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ദാദി ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ദാദി പറയും എല്ലാം ശരിയാകും എന്ന് പറയും. ദാദി അങ്ങനെ പറഞ്ഞു, ഓട്ടോമാറ്റിക്കലി എല്ലാം ശരിയാകും. हम कभी कभी दादी जानकी के पास जाते थे, पत्र लेके, समाचार लेके, दादी ऐसा हुआ, इस सेंटर पर ऐसा हुआ, यहाँ ऐसा हो गया, तो बहुत प्यार से कहती थी सब ठीक हो जाएगा, बाबा बैठा है, बाबा बैठा है, सब ठीक हो जाएगा. ജാനകി ദാദിയുടെ അടുത്ത് രാജുഭായിജി പറയാണ്, കുറേ സെൻട്രലിലത്തെ കുറേ ന്യൂസും അങ്ങനെയുള്ള ലെറ്ററും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് പറയാൻ വേണ്ടി പോകും. ദാദിയുടെ അടുത്തെല്ലാം പറയുമ്പോൾ ദാദി പറയും ഒന്നും സാരമില്ല, എല്ലാം ശരിയാകും, ബാബ ഇരിക്കുന്നുണ്ടല്ലോ, എല്ലാം ശരിയാകും, അങ്ങനെ പറയും. उनका एक वाक्य रहता था, डोंट थिंक, सोचना ही नहीं.
ദാദി ജാനകി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഡോണ്ട് തിങ്ക്, ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. कोई भी व्यर्थ बातें सोचो नहीं, सब ठीक, बाबा बैठा सब ठीक करेगा. മീൻസ് വ്യർത്ഥമായിട്ട് ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട, ബാബ ഇരിക്കണ്ടല്ലോ, എല്ലാം ശരിയാകും. तो इन दादियों ने अपने वाक्यों को महावाक्य बना लिया. कैसे? कम बोला, धीरे बोला, जो जरूरी है वही बोला, नहीं तो नहीं बोला, चुप. അങ്ങനെയാണ് ദാദിമാരെ അവരുടെ മുഖത്തുനിന്ന് വന്ന വാക്കുകളെ മഹാവാക്യങ്ങളാക്കിയത്. കുറച്ചേ സംസാരിച്ചുള്ളൂ, പതിയെ സംസാരിച്ചുള്ളൂ, എന്താണോ വേണ്ടത് നടക്കേണ്ടത് അത് മാത്രമേ പറഞ്ഞുള്ളൂ. इस भट्टी से एक लक्ष्य लेके जाना. जहाँ पर भी कोई टकराव हो, जहाँ पर भी मनमुटाव हो, झगड़े हो, उसका मूल कारण है अधिक बोलना. चुप हो जाओ, बस शांत हो जाओ, सब ठीक हो जाएगा. നമുക്ക് തന്നെ അറിയാം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അതിൻ്റെ മുഖ്യ കാരണം ആവശ്യമില്ലാതെ നമ്മൾ സംസാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭട്ടിയിൽ നിന്ന് പോകുമ്പോൾ ലക്ഷ്യം വെക്കണം, മിണ്ടാതിരിക്കാൻ പഠിക്കണം, ആവശ്യമില്ലാതെ സംസാരിക്കരുത്. बाबा का एक शब्द मुरली में सुनते होंगे बच्चे, मुंह में मुहलरा डाल लो. मुलहरा माना वो कॉइन को बता, कॉइन ने एक गोल गोल एक तो जैसे कोई चीज़ होती है ना, तो जब मुंह में रख लेंगे तो बोल ही नहीं पाएंगे. सामने वाला अगर कुछ बोल रहा है और हमने मुंह में कुछ रखा हुआ है तो हम बोल ही नहीं सकेंगे, तो झगड़ा नहीं होगा. ഇപ്പോൾ സാകാര മുരളിയിലൊക്കെ ബാബ പറയുന്നത് കേട്ടിട്ടില്ലേ? അതായത് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും വഴക്കുണ്ടാക്കാൻ അങ്ങനത്തെ ഒരു അന്തരീക്ഷം വരുമ്പോൾ നിങ്ങൾ വായിൽ നാണയം ഇടുമെന്ന് പറയും. അങ്ങനത്തെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ മിണ്ടാൻ പറ്റില്ല, അത് വായിലിട്ടാൽ പിന്നെ മിണ്ടാൻ പറ്റില്ല. अगर एक बहुत कुछ बोल रहा है, दूसरा चुप है, तो अपने आप झगड़ा खत्म हो जाएगा. ഒരാൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുക, നമ്മൾ മിണ്ടാതിരിക്കുക, ഓട്ടോമാറ്റിക്കലി ആ വഴക്ക് അവിടെ തീരുമല്ലോ. तो सब बाबा के बच्चों को बोल की मर्यादा पर बहुत ध्यान देना. मीठा बोलो, धीरे से बोलो, सरल बोलो, और जो आवश्यक है वही बोलो, भाई चुप रह जाओ. അതുകൊണ്ട് ബാബയുടെ കുട്ടികൾ അവരുടെ സംസാരത്തിൻ്റെ മേൽ വളരെയധികം ശ്രദ്ധ വയ്ക്കണം. മധുരമായിട്ട് സംസാരിക്കൂ, കുറച്ച് സംസാരിക്കൂ, പതിയെ സംസാരിക്കൂ, സരളമായിട്ട് സംസാരിക്കൂ. और कर्म के लिए मर्यादाएं हैं, कभी भी कर्म का अभिमान ना जाए. അടുത്തതാണ് കർമ്മത്തിൻ്റെ മര്യാദ. കർമ്മത്തിൻ്റെ മേൽ ഒരിക്കലും നമുക്ക് അഭിമാനം വരരുത്. അതാണ് ബാബ തന്നിട്ടുള്ള മര്യാദ. इसलिए बाबा कहते हैं बच्चे सदा स्मृति में रखो, करावन हार बाबा करा रहा है, मैं क्या कर रहा हूँ. അതുകൊണ്ടാണ് ബാബ എപ്പോഴും നമ്മളോട് പറയാറ്, ഈ സ്മൃതി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ചെയ്യിപ്പിക്കുന്ന ബാബ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്, പിന്നെ എങ്ങനെ അഭിമാനം വരും? कितने भी अच्छे काम करो, खूब दान पुण्य करो, खूब सेवा करो, सब कुछ करो, लेकिन यह ना मैंने किया, मैं करता हूँ, मेरा नाम हो, मेरी महिमा हो. जहाँ मैं आ जाता है बाबा कहता है मैं आया, मैलापन आ गया, वो किया हुआ सब खत्म हो गया. ചെയ്തത് വലിയ സേവനമായിരിക്കും, വലിയ കർമ്മമായിരിക്കും, പക്ഷെ ഉള്ളിൽ ബോധം വന്നു ഞാനാണ് ചെയ്തത്, ഞാൻ ഇത്രയും വലിയ കാര്യം ചെയ്തു, ഞാൻ എന്നുള്ള ബോധം വന്നിട്ടുണ്ടെങ്കിൽ അർത്ഥം ആ ചെയ്തതിൽ ഫുൾ അഴുക്കായി എന്നാണ്. മൈലാപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ അഴുക്കായി, കാര്യമില്ലാതായി. अच्छे कर्म किया, समर्पित किया, बाबा शुक्रिया आपका करा दिया. അതുകൊണ്ട് നല്ല കർമ്മം ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാബയ്ക്ക് അത് സമർപ്പണം ചെയ്തിട്ട് ബാബയോട് പറയാം, ബാബ താങ്ക്സ് ബാബ, ബാബ എനിക്ക് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചല്ലോ, എനിക്കത് അവസരം തന്നല്ലോ, താങ്ക് യു ബാബ എന്ന് പറഞ്ഞിട്ട് ബാബയ്ക്ക് അത് സമർപ്പണം ചെയ്യാം. और फिर व्यवहार की शुद्धि. व्यवहार जो है हमारा बहुत मिलनसार, एक दूसरे के साथ झुक कर के चलना, सरलता के साथ दुआएं देना और दुआएं लेना, ये हमारा व्यवहारिक जीवन है, ये हमारी मर्यादा है. വ്യവഹാരത്തിൽ വരുമ്പോൾ, എല്ലാവരുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വിനയം. നമ്മളെല്ലാവരുടെ മുന്നിലും വിനയത്തിൻ്റെ പെരുമാറ്റമാണ് നമ്മുടെ അടുത്തുനിന്ന് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ബാബ എപ്പോഴും പറയാറുണ്ടല്ലോ, ആശീർവാദം കൊടുക്കൂ, ആശീർവാദം എടുക്കൂ. तो जब ये मर्यादाएं हम निरंतर पालन करते हैं ब्राह्मण जीवन में, तो ये मर्यादाएं हमारी रक्षा करती और हम बाबा के यज्ञ की रक्षक बन जाते हैं. ഈ മര്യാദകൾ, ഇത്രയും പറഞ്ഞ 6 മര്യാദകളല്ലേ പറഞ്ഞത്, ഇപ്പം ബ്രാഹ്മണ ജീവിതത്തിലെ ഈ മര്യാദകളുടെ മേലെ നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ മര്യാദകൾ പാലിച്ച് പോകുന്ന ഒരു ബ്രാഹ്മണനാണെങ്കിൽ നമ്മൾ സ്വയം രക്ഷയും ചെയ്യുന്നു, ഒപ്പം യജ്ഞത്തെയും രക്ഷിക്കുകയാണ്. यज्ञ रक्षक बनने के लिए बहुत शुद्ध पवित्र विचार चाहिए.
യജ്ഞത്തെ രക്ഷിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് വളരെ ശുദ്ധമായ പവിത്രമായ ചിന്തകളായിരിക്കണം നമ്മുടെ ഉള്ളിൽ. जहाँ पर भी छोटे बड़े यज्ञ हैं, सेंटर्स हैं, जहाँ ब्राह्मण रहते हैं, जहाँ रोज योग की धुनी जलती है, जहाँ पर यज्ञ है, चल रहा है. यज्ञ कोई कुंड नहीं है, ये यज्ञ है तपस्या का. जहाँ योग चलता है, योग की अग्नि जहाँ पर ज्वलित है, यहाँ पर कोई विघ्न पड़ रहे हैं, माना कहीं न कहीं किसी न किसी मर्यादा का उल्लंघन है. ബാബയുടെ ചെറുതും വലുതുമായ എല്ലാ യജ്ഞങ്ങളും, ഇവിടെ യജ്ഞം എന്ന് പറഞ്ഞാൽ ബാബയുടെ സെൻറ്ററാണ്. എന്ന് പറഞ്ഞാൽ എവിടെയാണോ യോഗത്തിൻ്റെ അഗ്നി ജ്വലിക്കുന്നത്, എല്ലാ സെൻറ്ററിലും ബ്രാഹ്മണ കുട്ടികൾ യോഗം ചെയ്യുന്ന സ്ഥാനമാണല്ലോ. അപ്പോൾ ആ യോഗാഗ്നി ജ്വലിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു വിഘ്നം വന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ മര്യാദയുടെ ലംഘനം നടന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. और सबसे बड़ी मर्यादा का उल्लंघन, जहाँ पर भी कोई कंप्लेन आती है कि इस सेंटर पर ये विघ्न है, इस सेंटर पर ये विघ्न है, तो उसका कारण एक देखने में आता है व्यक्त और व्यर्थ, दो प्रकार का चिंतन. या तो वहाँ पर व्यक्त बातें होती हैं, व्यक्त बातें माना संसार समाचार, यहाँ ये हो रहा है, यहाँ ये हो रहा है, यहाँ ये हो रहा है. सेंटर पर ये दो बातें अगर न हो, व्यक्त और व्यर्थ, आपके घरों में भी अगर ये दो बातें न हों तो आपका घर सुरक्षित है, कोई भी नेगेटिविटी नहीं आएगी, कोई विघ्न नहीं आएगा. लेकिन जहाँ पर व्यक्त और व्यर्थ, जो काम की बातें नहीं हम कर रहे हैं आपस में, माना वो नेगेटिव वातावरण बनता है और वहाँ ही विघ्न आते हैं. ഏത് സെൻറ്ററിൽ വിഘ്നം വന്നു എന്ന് കംപ്ലൈൻറ്റ് വരുന്നുണ്ടോ അതിന്ന് ഉറപ്പാണ് അവിടെ വിഘ്നം വരാനുള്ള കാരണം രണ്ടാണ്. ഒന്ന്, അവിടെ വ്യക്തമായ കാര്യങ്ങൾ സംസാരിക്കുക, വ്യക്തലോകത്തിൻ്റെ കാര്യങ്ങൾ, ലൗകിക ലോകത്തിൻ്റെ, കലിയുഗത്തിൻ്റെ എല്ലാം കാര്യങ്ങൾ സംസാരിക്കുക, അങ്ങനെയുള്ള വർത്തമാനങ്ങൾ നമ്മൾ പറയുക. അല്ലാന്നുണ്ടെങ്കിൽ വ്യർത്ഥമായ കാര്യങ്ങൾ, അവരുടെ ഇവരുടെയൊക്കെ കാര്യങ്ങൾ, കുറ്റങ്ങൾ, അതൊക്കെ വ്യർത്ഥത്തിൽ വരുന്നു. നമുക്ക് ഒരു നേട്ടവും ഇല്ലാത്ത, ആത്മാവിന് ഉന്നതിക്ക് വേണ്ട ഒരു ഉപയോഗവും ഇല്ലാത്ത അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ സംസാരിക്കുമ്പോൾ, അത് ലൗകിക വീട്ടിലാണെങ്കിലും ശരി, സെൻറ്ററിലാണെങ്കിലും ശരി, നമ്മൾ വ്യർത്ഥമായ കാര്യങ്ങളും ലോകത്തിൻ്റെ കാര്യങ്ങളും നമ്മൾ സംസാരിച്ചാൽ അന്തരീക്ഷത്തിൽ തീർച്ചയായിട്ടും നെഗറ്റീവിൻ്റെ പ്രഭാവം വരും. അതാണ് വിഘ്നത്തിൻ്റെ കാരണം. इस मास की मुरलियों में, 2 मुरलियों में विशेष अंडरलाइन बाबा ने कराई, साकार बाबा ने. एक बाबा ने कहा कि मेरे बच्चे मेरी कहना नहीं सुनते, माया की बहुत सुनते हैं, मेरा नहीं सुनते. मैं बच्चों को कहता हूँ, बच्चे सोने के 15 मिनट, आधा घंटा योग में रह करके बहुत अच्छी स्थिति बना करके फिर सोना. लेकिन वो बातें करते करते, मोबाइल देखते देखते, कई प्रकार के चिंतन करते करते सोते हैं. तो ऐसे सोने वालों को कैसे संकल्प आएंगे, कैसे स्वप्न आएंगे, उनका अमृत वेला कैसे होगा, कितने प्रकार के विघ्न रात को उनको सताएंगे. इसलिए बाबा की मानो, 10 मिनट भी योग करके बाबा को पोता मिल दे के सो जाओ. അതായത് ഈ മാസത്തെ തന്നെ 2 മുരളിയിൽ ബാബ ഇങ്ങനെ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു മുരളിയിൽ ബാബ പറഞ്ഞതാണ്, ബാബയുടെ കുട്ടികൾ ബാബ പറയുന്നത് കേൾക്കുന്നേക്കാളും കൂടുതൽ മായ പറയുന്നതാണ് കേൾക്കുന്നത്, ഞാൻ പറയുന്നത് അനുസരിക്കാറേ ഇല്ല എന്ന്. അതിൽ മെയിനായിട്ട് ബാബ പറഞ്ഞത്, എത്രയോ പ്രാവശ്യം ബാബ പറഞ്ഞിട്ടുണ്ട്, രാത്രി ഉറങ്ങുന്നതിനേക്കാളും മുമ്പ് 15 മിനിറ്റോ അരമണിക്കൂറോ നിങ്ങൾ ബാബയുടെ അടുത്ത് വന്നിരുന്ന് യോഗം ചെയ്ത്, ബാബയോട് സംസാരിച്ച് യോഗം ചെയ്ത് ബാബയെ ഓർമ്മിച്ചിട്ട് വേണം ഉറങ്ങാൻ. പക്ഷേ ഇത് കുട്ടികൾ ചെയ്യാറില്ല. അതിന് പകരം മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും, ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും, അങ്ങനെയുള്ള വ്യർത്ഥമായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സ്വപ്നം തന്നെ എങ്ങനെയായിരിക്കും? ഫുൾ നെഗറ്റീവ് സ്വപ്നങ്ങളായിരിക്കും, ചിന്തകൾ എങ്ങനെയായിരിക്കും, വൈബ്രേഷൻസ് എങ്ങനെയായിരിക്കും, പിന്നെ എങ്ങനെയാണ് അമൃതവേള നന്നായിട്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് ബാബ പറഞ്ഞത് നമ്മൾ തീർച്ചയായിട്ടും അനുസരിക്കണം. രാത്രി ഉറങ്ങുന്നതിനേക്കാളും മുമ്പ് യോഗം ചെയ്തിട്ട് വേണം ഉറങ്ങണമെങ്കിൽ. दूसरी बात बाबा ने कही कि बच्चे मुझे याद करके भोग लगा के भोजन खाओ. लेकिन बच्चे पहले पहले याद करते हैं, फिर बीच में भूल जाते हैं और माया आके खा लेती है. वो पहलवान बन जाती है और वो आपसे लड़ती है. രണ്ടാമത്തെ കാര്യം ബാബ പറഞ്ഞത് ഇതാണ്,
ഭോഗ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും പറഞ്ഞു. അപ്പോൾ ബാബ പറഞ്ഞു കുട്ടികൾ ഭോജനം കഴിക്കുന്ന സമയത്ത് ബാബയെ ഓർമ്മിച്ചിട്ട് കഴിക്കണം എന്നാണ് ബാബ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കുട്ടികൾ ആദ്യത്തെ ഉരുള കഴിക്കുമ്പോൾ ഓർമ്മിക്കും, പിന്നെ ഫുള്ള് മറക്കും. മറന്നുണ്ടെങ്കിൽ ഇടയിൽ മായ വന്നിട്ട് കഴിക്കും, മായ ശക്തിശാലിയാകും. അപ്പം അതുകൊണ്ട് ഇതിലും നമ്മൾ ശ്രദ്ധിക്കണം. तो यज्ञ रक्षक बनने के लिए ये छोटी छोटी बातें अगर इन पर हमारा ध्यान रहता है तो एक बहुत अच्छा हम योग का किला बना सकते हैं. सेंटर है, सेवा स्थान है, प्रवृत्ति के घर हैं. अगर वहाँ पर एक बहुत अच्छा योग का कवच, योग का किला, सुरक्षित किला तैयार कर दिया जाए तो कोई भी अशुद्धि वहाँ आ ही नहीं सकती, विघ्न आ ही नहीं सकते. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ സെൻറ്റർ അല്ലെങ്കിൽ നമ്മുടെ വീടാണെങ്കിൽ പോലും യോഗത്തിൻ്റെ ഒരു കവചം നമുക്ക് സെൻറ്ററിന് ചുറ്റും ഉണ്ടാക്കാൻ സാധിക്കും. ഒരു സുരക്ഷാ വലയമാണ്. കാരണം യോഗത്തിൻ്റെ അന്തരീക്ഷം, നല്ല ശുഭമായ ചിന്തകളുടെ അന്തരീക്ഷം, പോസിറ്റീവായിട്ടുള്ള ചിന്തകളുടെ അന്തരീക്ഷം മാത്രമാണെങ്കിൽ അത് തന്നെയാണ് നമുക്ക് സുരക്ഷാ വലയം. അത് വീടാണെങ്കിലും സെൻറ്റർ ആണെങ്കിലും അത് യോഗത്തിൻ്റെ കവചമായിട്ട് മാറും. एक बात बहुत अंडरलाइन करने की, कोई बड़े से बड़ा पेपर भी आए ना, शरीर का, मन का, धन का, संबंधों का, किसी भी प्रकार का, उस बड़े से बड़ी बात को छोटा बनाना सीखो. हो जाएगा, ठीक हो जाएगा, ठीक हो जाएगा. हमारी दादियों ने हमें बहुत प्यार से सिखाया. कोई भी बड़ी बात दिखाई देती बहुत भी, ज़्यादा सोचो नहीं, सोचने से डिप्रेशन हो जाएगा, बड़ी बात को छोटा बना देना. कभी छोटी सी बात को सोच सोच करके वर्णन करके पहाड़ नहीं बनाओ. लेकिन आदत क्या है, छोटी सी बात आ गई, कोई ने कुछ कह दिया, कुछ हो गया नीचे ऊपर, उसको सोच सोच करके एकदम तनाव में आ जाते. ऐसा हुआ मेरे साथ, ऐसा हुआ इसके साथ ऐसा. बाबा कहता है बच्चे जो भी होता है कोई हिसाब किताब होगा, पूरा हो गया, उसका वर्णन क्यों कर रहे हो? वर्णन करोगे तो बढ़ जाएगा. तो फुल स्टॉप लगाने की आदत डालो. അതുപോലെ തന്നെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിന് ഉടനെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള ഒരു ശീലം ഉണ്ടാക്കണം. അല്ലാതെ പറയാറില്ലേ, ചെറിയ നിസ്സാര കാര്യത്തിനെ ചിന്തിച്ച് അല്ലെങ്കിൽ വർണ്ണിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് അതിനെ വലുതാക്കി മാറ്റാൻ പാടില്ല. അതിന് പകരം വലിയ എന്തുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലത്തെ ഭാവം അങ്ങനെയായിരിക്കണം, അത് സാരമില്ല, അതൊക്കെ ശരിയായിക്കോളും. ദാദിമാരുടെ അടുത്ത് നമ്മൾ എന്ത് പോയി പറഞ്ഞാലും അവരങ്ങനെയല്ലേ പറയാമെന്ന് പറഞ്ഞത്, അത് സാരമില്ല, ബാബ ഇരിക്കുന്നുണ്ട്, ഒക്കെ ശരിയായിക്കോളും. ആ ഒരു ശീലം നമുക്കും ഉണ്ടായിരിക്കണം. ചെറുതിനെ വലുതാക്കുകയല്ല, വലിയ കാര്യങ്ങൾ പ്രശ്നങ്ങൾ വന്നാലും അതൊക്കെ സാരമില്ല, ശരിയായിക്കോളും. പ്രത്യേകിച്ച് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കാനേ പാടില്ല. അത് ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്തോ കർമ്മ കണക്ക്, അത് കഴിഞ്ഞു, തീർന്നു അവിടെ. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ വർണ്ണിക്കാനോ പാടില്ല. यज्ञ रक्षक बनने के लिए केवल पहला पाठ, पवित्र बनो, योगी बनो. जो पवित्र और योगी है वही यज्ञ रक्षक है. നമ്മുടെ ആദ്യത്തെ പാഠം പക്കയാക്കിയാൽ മതി, പവിത്രമാകൂ, യോഗിയാകൂ. ആരാണോ ഇതിൽ ദൃഢമാകുന്നത് അവർ തന്നെയാണ് യജ്ഞ രക്ഷകൻ. जहाँ तक हमारी मन वचन कर्म शुद्ध और पवित्र होता जाता है उतना हम योगी बनते जाते हैं. और जितना हमारा योग अच्छा होता जाता है उतनी हमारी शुद्धता बढ़ती जाती है. दोनों एक दूसरे से कनेक्ट है. पवित्र है तो योगी है, योगी है तो पवित्र है. इसलिए ये यज्ञ रक्षक बच्चे के अंदर दोनों क्वालिटी हैं. योग इतना अच्छा है, बाबा कहा और बाबा के साथ कनेक्ट हो गया. उसकी किरणों ने घेरा बना दिया, छतरी बन गई. तो वो छत्र छाया बन जाती है जो सुरक्षा करती है यज्ञ की. അതായത് പവിത്രമാകൂ, യോഗിയാകൂ. പവിത്രതയും യോഗത്തിൻ്റെ ശക്തിയും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ആരാണോ മനസ്സാ വാച കർമ്മണ പവിത്രം, അവർക്ക് നല്ല യോഗത്തിൻ്റെ സ്ഥിതി ഉണ്ടായിരിക്കും. യോഗത്തിലൂടെ അവർക്ക് ബാബയുടെ ശക്തിയുടെ അനുഭവം ചെയ്യാൻ പറ്റും. ആരാണോ നല്ല യോഗി, അവരുടെ ഉള്ളിൽ നല്ല ശുദ്ധത ഉണ്ടായിരിക്കും, പവിത്രതയുടെ ശക്തി ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല യോഗിക്ക് എപ്പോഴും ബാബയുടെ ആ ഒരു യോഗത്തിൻ്റെ കിരണങ്ങളുടെ, പവിത്രതയുടെ കിരണങ്ങളുടെ ആ ഒരു ഛത്രഛായ ഉണ്ടായിരിക്കും, ഒരു കുടക്കീടുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ അവരെപ്പോഴും സുരക്ഷിതമായിരിക്കും. അപ്പോൾ ആ സ്വസുരക്ഷതയുടെ ആധാരത്തിൽ അവർ യജ്ഞത്തെ എപ്പോഴും സംരക്ഷിക്കുന്നവരായിരിക്കും. और कुछ करो या न करो, लेकिन एक बहुत पवित्र शुद्ध संकल्पों में रमण करने की आदत डालो. വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ
സ്വയം തൻ്റെ ഉള്ളിൽ എപ്പോഴും പവിത്രമായ ശുദ്ധമായ സങ്കല്പങ്ങൾ മാത്രം രചിക്കാനുള്ള ഒരു ശീലമുണ്ടാക്കിയാൽ മാത്രം മതി. അത് തന്നെ രക്ഷാകവചമാണ്. ब्राह्मणों के बीच में कोई भी बाबा की समय की श्रीमत है, बद दुआ न दे, दुआएं दो दुआएं लो. इस बार की मुरली चली पूरी ही, बच्चे कोई बद दुआ दे रहा है तो आप लो नहीं. अगर आपने ले लिया तो उसको एक के रिटर्न में 10 दुआएं दे दो, जिससे वो बद दुआ ख़त्म हो जाएगी. അതായത് ബാബ ഇപ്പോൾ ഈ അടുത്ത മുരളിയിലും കൂടി പ്രത്യേകിച്ച് നമ്മളോട് പറഞ്ഞത് ഇതാണ്. മാത്രമല്ല, ഈ വർത്തമാന സമയത്ത് നമ്മളെല്ലാ ബ്രാഹ്മണ ആത്മാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ആര് നമ്മളെ എന്ത് തന്നെ പറഞ്ഞാലും, ശാപവാക്കുകൾ പോലെ, വേദനിപ്പിക്കുന്ന പോലെ എന്ത് പറഞ്ഞാലും ശരി, ആരെന്ത് പറഞ്ഞാലും നമുക്കുള്ളിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. നമ്മളെല്ലാവർക്കും ആശീർവാദം കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. നമ്മുടെ ഉള്ളിൽ നിന്നും ആശീർവാദം മാത്രമേ ഉള്ളൂ. ഒരു പ്രാവശ്യം അവർ നമ്മളെ എന്തെങ്കിലും പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ ആ സങ്കല്പം ഉണ്ടായിരിക്കണം, 10 തവണ ഞാൻ അവർക്ക് ആശീർവാദം കൊടുക്കും. അപ്പോൾ ഇതും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു സുരക്ഷാ കവചം, യജ്ഞത്തെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ स्वरक्षक, मर्यादा रक्षक और यज्ञ रक्षक बनने के लिए 3 छतरी हैं. एक है स्व का चिंतन, श्रेष्ठ चिंतन. दूसरा है दुआएं देना और लेना, वो छत्र छाया है. और तीसरा है बाबा की याद की छत्र छाया. हमेशा अनुभव करो, बाबा ने अपना बृहद हस्त मेरे मस्तक पर रखा है. वो छत्र छाया की तरह है. कोई भी माया का नेगेटिव वार मेरे ऊपर नहीं हो सकता. वो यज्ञ रक्षक बन जाओगे. അങ്ങനെ സ്വരക്ഷകനാകണമെങ്കിൽ, മര്യാദ രക്ഷകനാകണമെങ്കിൽ, യജ്ഞരക്ഷകനാകണമെങ്കിൽ ഛത്രഛായ നമുക്ക് വേണ്ടത് 3 എണ്ണമാണ്. ഒന്ന് സ്വചിന്തനം, ശ്രേഷ്ഠ ചിന്തകളുടെ ഒരു ഛത്രഛായ, ഒരു വലയം നമുക്ക് മേലെ എപ്പോഴും ഉണ്ടായിരിക്കണം, നമ്മുടെ ചിന്തകളുടെ തന്നെ ഛത്രഛായ. രണ്ടാമത്തേത് ആശീർവാദം കൊടുക്കുക, ആശീർവാദം എടുക്കുക, ആ വൈബ്രേഷൻസിൻ്റെ ഛത്രഛായ. മൂന്നാമത്തേത് ഡയറക്റ്റ് ബാബയിൽ നിന്നും കിട്ടുന്ന ശക്തികളുടെ ആ എനർജിയുടെ ഛത്രഛായ. ഇതുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി യജ്ഞ രക്ഷകനായി. जब सवेरे सवेरे उठते हैं ना, तो ऐसे अनुभव करें, बाबा ने ऊपर से एकदम अपना बृहद हस्त मेरे पूरे घर के ऊपर ऐसे रख दिया. वो छतरी के रूप में है. यज्ञ के ऊपर बाबा की ऐसी छतरी है, हम लोगों को अनुभव होता है जैसे उस बाबा की छतरी के नीचे पूरा यज्ञ चल रहा है. क्या करेगा कोई, कितने विघ्न आएंगे, हट जाएंगे सब. तो बाबा की ऊपर से वतन से छतरी फैली हुई है, ऐसे लाइट किरणें, तो उसके नीचे हम रहते हैं. कौन हमारा क्या कर सकता है. എപ്പോഴും ഇങ്ങനെ അനുഭവം ചെയ്യണം. പ്രത്യേകിച്ച് രാവിലെ കിടക്കയിൽ എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ, കണ്ണ് തുറക്കുമ്പോൾ തന്നെ അനുഭവം ചെയ്യണം. മേലെന്ന് ബാബ്ദാദ, ഇങ്ങനെ ബാബ്ദാദയുടെ ആ പ്രകാശ കിരണങ്ങൾ നമ്മുടെ ശിരസിൻ്റെ മേലെ കുടക്കീഴ്, നമ്മുടെ വീടിൻ്റെ മേലെ കുടക്കീഴ്, സെൻറ്ററിൻ്റെ മേലെ കുടക്കീഴ്, നമ്മൾ ആ രക്ഷാവലയത്തിനുള്ളിലാണ്, ആ പ്രകാശ വലയത്തിനുള്ളിലാണ്. അതാണ് നമ്മുടെ രക്ഷ ചെയ്യുന്നത്. ഏതുപോലെ നമ്മളെല്ലാവരും അനുഭവം ചെയ്യുന്നുണ്ട്, ബാബയുടെ ഈ യജ്ഞം, ബാബയുടെ ഈ പ്രകാശ വലയത്തിൻ്റെ കുടക്കീഴിനുള്ളിൽ എപ്പോഴും സുരക്ഷിതമാണ്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും, നമ്മുടെ വീടും നമ്മുടെ സെൻറ്ററും എപ്പോഴും ബാബയുടെ ഈ സുരക്ഷാ വല, അത് അനുഭവം ചെയ്യണം. ബാബയുടെ പ്രകാശ വലയം കുടക്കീഴായിട്ട് പിന്നെ ഒരു നെഗറ്റീവിനും, ഒരു മായയ്ക്കും, ഒരു പ്രശ്നങ്ങൾക്കും വിഘ്നമായിട്ട് വരാൻ സാധിക്കില്ല. മായ ഓടിപ്പോകും. बाबा ने एक बहुत स्थूल विधि भी बताई है. स्थूल विधि ये है, कहीं पर भी जाओ, घर से निकलो, सेंटर से निकलो, 1 मिनट बाबा के सामने खड़े होकर के बाबा से बातें करो. बाबा मेरे साथ चलो, बाबा यहाँ पर जा रहे हैं, आपका साथ चाहिए, आपके सहयोग की ज़रूरत है, मेरे साथ चलो. बहुत प्यार से, जैसे कोई लौकिक में संबंधियों से बात करते हैं ना, बाबा तो अभी हाजिर हजूर है. सच्ची दिल है तो बाबा 1 सेकंड में आ जाएगा. ऊपर तो नहीं है, जहाँ भी बच्चे हैं, जहाँ बाबा बच्चों का प्यार है, वहाँ बाबा हाजिर है. तो बाबा के साथ को इस समय यूज करो. अभी नहीं करोगे तो कब करोगे. സ്ഥൂലമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിധിയും ബാബ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്.
നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിലും സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിലും 1 മിനിറ്റ് നമ്മൾ ബാബയുടെ മുന്നിൽ പോയിട്ട് നിൽക്കുക. എന്നിട്ട് ബാബയെ നമ്മളടുത്തേക്ക് ആഹ്വാനം ചെയ്യുക. ബാബയോട് പറയുക, ബാബ ഞാനിങ്ങനെ ഇന്ന കാര്യത്തിന് വേണ്ടി പോവുകയാണ്, ബാബ എൻ്റെ കൂടെ സാത്തിയായിട്ട് വേണം, സഹയോഗിയായിട്ട് വേണം. പോകുന്ന സ്ഥലം ഫുള്ള് ബാബ എൻ്റെ കൂടെ ഉണ്ട്, അങ്ങനെ അനുഭവം ചെയ്യണം. കാരണം ഞാൻ വിളിച്ചാൽ ബാബ തീർച്ചയായിട്ടും എൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ബാബ അത് നമുക്ക് പ്രോമിസ് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ആ ഒരു ശീലം. यूज करते हो बाबा को ऐसे? അങ്ങനെ ബാബയെ നിങ്ങൾ യൂസ് ചെയ്യില്ലേ? कहीं भी जाते बाबा के कमरे में 1 सेकंड लगता है, चले गए, बाबा से बात किया, दृष्टि लिया, शक्ति लिया, फिर बाहर निकले, तो उसमें सफलता मिलेगी. ഒരു ശീലമാക്കി മാറ്റണം. നമ്മളെപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിലും, വീട്ടിൽ നിന്നാണെങ്കിലും സെൻറ്ററിൽ നിന്നാണെങ്കിലും ബാബയോടൊന്ന് പറയണം, ബാബയുടെ ദൃഷ്ടി എടുക്കണം, ബാബയോട് കാര്യം പറയണം, ബാബ ഇന്ന കാര്യമാണ്, ബാബ എൻ്റെ കൂടെ വരൂ. അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരോട് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടല്ലേ പോകുന്നത്, അതുപോലെ പ്രാക്ടിക്കലി ബാബയോട് നമ്മൾ അവിടെ ഫീൽ ചെയ്യണം, ബാബ എൻ്റെ മുന്നിലുണ്ടെന്ന് ഫീൽ ചെയ്തിട്ട് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങണം. അപ്പോൾ ആ കാര്യം നടക്കും. दादी प्रकाश मणि जी का एक अनुभव सुनाता हूँ. दादी जी कहीं भी जाती थी तो बाबा के कमरे में जाती थी. पहले पांडव भवन में जब तक हम रहे तो बाबा के कमरे में जाने के बाद दादी बाहर आकर के हम लोगों को टोली देती और बाबा ने मुझे क्या कहा वो अनुभव सुनाती थी. तो हम लोग पूछते, दादी ट्रांस में गई थी क्या? बाबा ने ट्रांस में बोला क्या? फोटो है वहाँ तो? नहीं नहीं, बाबा मेरे सामने आके मेरे से बात करता है. जब मैं जाती हूँ तो बाबा से पूछती हूँ, जाऊँ बाबा, सेवा है? तो एक बार गई अंदर, हमेशा तो छुट्टी लेके आ जाती थी. एक बार कहती है सामान लोड हो गया गाड़ी में, बाहर आके कहती है सामान उतार दो. क्यों? आज बाबा मुझे छुट्टी नहीं दे रहा है, आज बाबा ने मुझे हरी झंडी नहीं दिखाई, बच्ची जाने का कोई फ़ायदा नहीं, बार बार मुझे आवाज़ आ रहा है सामान उतार दो, मैं नहीं जाऊंगी. इतना पक्का विश्वास. कोई संदेशी नहीं है, दादी भी कोई संदेशी नहीं है, लेकिन बाबा के सामने जाने से उनको इतनी टचिंग आती थी, ये राइट है, ये रॉन्ग है, ये करना है, ये नहीं करना. फट से बाबा जैसे सिग्नल दे देता था. तो दादियों ने ऐसे बाबा को यूज किया. ഒരു പ്രാവശ്യം പറയാണ് ദാദി ജി പ്രകാശ് മണി ദാദി. അപ്പോൾ ദാദി പാണ്ഡവ് ഭവനിലായിരുന്നു ആദ്യം, ഇവരെല്ലാവരും പാണ്ഡവ് ഭവനിലായിരുന്നല്ലോ. അപ്പോൾ ദാദിജിക്ക് ഈ ഒരു ശീലം നല്ല പക്കയായിരുന്നു. എവിടേക്ക് പോകുമ്പോഴും ബാബ റൂമിൽ പോയിട്ട് ബാബയുടെ അടുത്ത് പറഞ്ഞിട്ടേ ദാദി ഇറങ്ങുള്ളൂ. ബാബ ഞാൻ പോട്ടെ, ഞാനിത് ചെയ്യട്ടെ, ഇത് ശരിയാണോ, ഇതെല്ലാം ബാബയുടെ അടുത്ത് നേരിട്ട് ബാബയുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ ദാദി സംസാരിച്ച് അങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങാറ്. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇവരുടെ അടുത്ത് വന്നിട്ട് പറയും, ടോളി തന്ന് കൊടുത്തിട്ടാണല്ലോ പോവുക, അപ്പോൾ പറയും ബാബ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ഇവർ ചോദിക്കും, അതെങ്ങനെയാ ദാദി ട്രാൻസിൽ പോയോ? അപ്പോൾ ദാദി പറയും, ഇല്ല, ഞാൻ ബാബയെ എൻ്റെ മുന്നിൽ കണ്ടു, ഞാൻ ബാബയോട് സംസാരിച്ചു, ബാബ എനിക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് ദാദി സ്വന്തം അനുഭവം പറയും. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു സേവനത്തിന് വേണ്ടിയിട്ട് ദാദി പോവാൻ നിൽക്കുകയായിരുന്നു. ദാദിയുടെ ലഗേജ് എല്ലാം വണ്ടിയിൽ എല്ലാം കയറ്റി വെച്ചു. അപ്പോൾ പോവാൻ നേരത്ത് ദാദി ബാബ റൂമിൽ പോയിട്ട് ബാബയുടെ അടുത്ത് പോവാണ് എന്ന് പറയാൻ വേണ്ടി, ഞാൻ സേവനത്തിന് പോട്ടെ എന്ന് പറയാൻ വേണ്ടി പോയപ്പോൾ അപ്പോൾ ദാദിയുടെ അനുഭവം ഇതായിരുന്നു, ബാബ ഇങ്ങനെ ടച്ചിങ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക, പോണ്ട പോണ്ട പോണ്ട. അങ്ങനെ പുറത്ത് വന്നപ്പോൾ ദാദി പറഞ്ഞു, ആ കയറ്റി വെച്ച സാധനങ്ങളൊക്കെ ഇറക്കിക്കോ, കാരണം ബാബ എനിക്ക് സിഗ്നൽ തന്നത് പോണ്ട എന്നാണ്. അപ്പോൾ അത് ശരിക്കും ദാദിയുടെ അനുഭവമാണ്. കാരണം അത്രയും ക്ലിയർ ആണ് ബാബയുമായിട്ടുള്ള കണക്ഷൻ. ബാബ ശരിക്കും സിഗ്നൽ തരുന്നത് ദാദിക്ക് അറിയാമായിരുന്നു, ഇത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത്. അപ്പം നമ്മളും അത് ശീലമാക്കണം എന്ന് പറയാണ്. विदेश में भी जब बाबा ने ग्रुप भेजा तो बहुत अच्छी तरह से पक्का कराया, कहीं सेवा पर जाना, किसी से मिलने जाना, 1 मिनट बाबा के कमरे में जरूर जाना. बाबा के कमरे में जहाँ फ़ोटो रखा है, जहाँ योग चलता है, वहाँ शक्ति है. और वहाँ जा कर के 1 मिनट खड़े होकर बाबा से बहुत प्यार से मिल के, जैसे हम जा रहे हैं, जैसे बड़ों के आशीर्वाद लेके जा रहे हैं. तो ये एक बहुत अच्छी विधि है. लेकिन एक बार क्या हुआ, अमेरिका में कुछ 15-20 मंजिल के ऊपर रहते थे फ्लैट में, और एक बहुत अर्जेंट कोई फ़ोन आया, सेवा का साधन, कोई काम आया. तो हमारे जगदीश भाई थे, रमेश भाई थे, शीलिंद्रा दादी थी, रोजी बहन थी, 4-5 लोग गए थे. तो
ऊपर से नीचे उतरे, फिर कुछ भूल गए, फिर ऊपर चढ़े लेने के लिए, फिर उतरे, फिर तीसरी बार चढ़े। तो बाबा के पास संदेश भेजा, बाबा क्या बात है, आज ऐसा क्यों हो रहा है? नीचे जाके बात याद आती, ऊपर नहीं याद आती। कभी कोई चीज़ भूल गए, कभी कोई चीज़ भूल गए। तो बाबा ने कहा, बच्चे ये भूल होने के कारण एक ही भूल है कि तुम बाबा के पास छुट्टी लेके नहीं जा रहे हो। उस भूल को सुधारो, सब भूलें सुधर जाएंगे। ഇപ്പോൾ വിദേശത്ത് സേവനത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ ബാബ വിട്ടപ്പോഴും ഈ ഒരു ശീലം ബാബ പക്കയാക്കിയിരുന്നു. അതായത് എവിടെ നിങ്ങൾ സേവനത്തിന് വേണ്ടി പോവുകയാണെങ്കിലും ആരെ മീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിലും ആദ്യം ബാബയുടെ റൂമിൽ അല്ലെങ്കിൽ ബാബയുടെ ചിത്രം എവിടെയാണോ വെച്ചിട്ടുള്ളത് അവിടെ പോയിട്ട് 1 മിനിറ്റ് ബാബയുടെ മുന്നിൽ പോയി നിന്ന് ബാബയോട് പറഞ്ഞിട്ട് വേണം പോകണമെങ്കിൽ. കാരണം അവിടെ ബാബയുടെ വൈബ്രേഷൻസ് ഉണ്ട്, അപ്പം നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ബാബയോട് പറഞ്ഞിട്ട് വേണം നിങ്ങൾ പോകണമെങ്കിൽ എന്ന് പറയാറുണ്ട്. ഒരു പ്രാവശ്യം ഇങ്ങനെ വിദേശത്ത് സേവനത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ജഗദീഷ് ഭായി, രമേശ് ഭായി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരെവിടേക്കോ പോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ 14ാമത്തെ നിലയിലാണ് ഇവരുടെ താമസം. അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് വരും. താഴെ എത്തുമ്പോഴാണ് അയ്യോ ഒരു കാര്യം മറന്നു, വീണ്ടും മേലേക്ക് പോകും. മേലെത്തി വീണ്ടും താഴെ എത്തുമ്പോൾ വീണ്ടും ഒരു കാര്യം മറന്നു, വീണ്ടും മേലേക്ക് പോകും. അങ്ങനെ 3 പ്രാവശ്യം താഴേക്ക് വരിക, മേലേക്ക് പോയി. ഇതെന്താ ഇങ്ങനെ, എന്താ ഇങ്ങനെ മറക്കുന്നത്? അപ്പോൾ ബാബയുടെ അടുത്ത് പോയി നിന്ന് ചോദിച്ചപ്പോൾ ബാബ കൊടുത്ത സിഗ്നൽ ഇതാണ്, മറക്കാൻ കാരണം വേറൊന്നുമല്ല, നിങ്ങൾ എൻ്റെ അടുത്ത് പറയാൻ മറന്നിട്ടാണ് പോയത്, അതുകൊണ്ടാണ്. बाबा कई बार कहते हैं, मेरे बच्चे मुझे यूज नहीं करते, यूज करो, मैं आप बच्चों के लिए हूँ संगम पर, तो बाबा को यूज करो. कैसे यूज करेंगे? അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ബാബയെ യൂസ് ചെയ്യണം. ബാബ എപ്പോഴും പറയാറുണ്ട് സംഗമയുഗത്തിൽ നിങ്ങൾ കുട്ടികൾ എന്നെ യൂസ് ചെയ്യൂ. എങ്ങനെയാണ് അപ്പോൾ ബാബയെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? जैसे आत्मा ये भ्रकुटी में रहती ना, ऐसे बाबा को प्यार से कहो, बाबा आओ, ये बहुत स्वच्छ आसन है, बैठो, मेरे साथ कंबाइंड हो जाओ. बस बाबा आपके साथ ऐसे बैठ जाएगा. कई जगह पर हम लोग अकेले अकेले जाते हैं. विदेश में गए, मेरे को कई लोग कहने लगे तुम इंग्लिश नहीं जानते हो, तुम्हारे आगे ये पेपर आ सकता है, ये आ सकता है. तो मेरे साथ बाबा बैठा है, भगवान साथ है, कोई डर नहीं. अमेरिका अकेले घूम के आया, लंदन अकेले घूम के आया और सब जगह सेवा करके आया. कुछ पता नहीं, कोई एड्रेस नहीं, कोई पहचान नहीं, लेकिन बाबा साथ है, ऐसे गाइड करता बच्चे, ऐसे चलो, ऐसे चलो, ऐसे चलो, सब कराने वाला वो. लेकिन बहुत विश्वास, बहुत निश्चय चाहिए. एक बार मैं गया, अमेरिका की बात सुनाता हूँ, न्यूयॉर्क में पहले गया जब, तो मुझे सेंटर से वहाँ के लिए लॉस एंजलिस के लिए प्लेन में बिठाने भाई लोग आ गए. बिठाने के लिए गए, अंदर बोर्डिंग करा दिया, मैं अंदर चला गया. अंदर गया तो वहाँ अनाउंसमेंट हुई कि ये फ़्लाइट 12 घंटा लेट है, 12 घंटा लेट है. मैं सुन तो लिया, समझ भी गया. अब मैं किधर जाऊँ? मैं पीछे का उनसे एड्रेस नहीं लिया था, फ़ोन नहीं पूछा था. वो चले गए छोड़ के मेरे को. मैं बाबा के साथ बात करने लगा, बाबा अभी मैं 12 घंटे यहाँ क्या करूँ? ना भोजन मेरे पास है, ना मेरे पास कोई साधन है. सामान जो था वो अंदर चला गया, मैं अकेले बैठा हूँ एक छोटा थैला लेके. ऐसे बाबा को ऐसे याद किया और 5-7 मिनट के बाद मेरा नाम अनाउंस हुआ. नहीं, मेरा नाम अनाउंस हो रहा है वहाँ से. तो मैं गया तो उसने मेरे को कहा कि आपका फ़ोन है. मैंने फ़ोन उठाया तो फ़ोन, क्योंकि उस समय ये मोबाइल वगैरह तो मेरे पास थे नहीं, 2007 की बात है. तो फ़ोन उठाया तो जहाँ पर पहुँचने वाला था वहाँ भाई हमको रिसीव करने आए थे. उनको पता चल गया कि 12 घंटा लेट है फ़्लाइट. तो उन्होंने कहा कि वो फ़्लाइट तो लेट है, मैं आपकी फ़्लाइट दूसरी तरफ से बुक कर रहा हूँ, बोर्डिंग करवा रहा हूँ, आप इस फ़्लाइट पर चढ़ जाना. 2 फ़्लाइट चेंज करनी पड़ेगी यहाँ आने के लिए. हमने कहा सामान नहीं है कुछ भी? कहते सामान की चिंता नहीं करो, सामान आ जाएगा. अब बाबा की याद में मैं बैठा था. बोर्डिंग हो गई, दूसरी बोर्डिंग हो गई, वो बोर्डिंग ख़त्म हो गई. अब मैं जब बैठा था तो अनाउंस हुआ गेट नंबर. तो गेट नंबर की तरफ मैं बढ़ा तो वहाँ पर एक ट्रेन खड़ी थी. मुझे क्या पता प्लेन पकड़ने के लिए ट्रेन में बैठना पड़ेगा, मुझे कोई ये नहीं बताया था. तो
तो जब मैं वहाँ गया तो मैंने कहा हमको तो प्लेन से जाना था, ट्रेन क्यों खड़ी? तो ट्रेन ले जा कर के जहाँ फ्लाइट खड़ी थी वहाँ पर वो ले गई, काफ़ी दूर खड़ी हो गई। तो उसमें बैठ तो गया मैं बाबा की याद में। हमने कहा सब बैठ रहे हैं भाई, गेट नंबर यही है तो इसमें बैठ जाते हैं। तो हम गए वहाँ पर, बैठे जाके फ्लाइट में। फिर ऐसे स्थान पर उतारा जाके वहाँ पर जहाँ पर बहुत 5, 7, 10 लोग होंगे, पूरा एरोड्रम सुनसान पड़ा हुआ। अब मैं वहाँ बैठा, दूसरे फ्लाइट का इंतज़ार करूँ, दूसरी बोर्डिंग जो थी उसका, कहाँ पर है, किधर जाना, मुझे कुछ पता नहीं। और इंग्लिश में मैं किसी से बात भी नहीं कर सकता क्योंकि मुझे इतनी इंग्लिश नहीं आती। मैं बाबा की याद, हमने कहा अभी मेरे को यहाँ बिठा दिया है, कोई तो नहीं है यहाँ, मैं और मेरा बाबा है। मैं ऐसे शांति से बेंच पर बैठ गया। थोड़ी देर के बाद एक भाई आया भाग करके, सामने से आता है, कहता है आप माउंट आबू से आए हैं क्या? मैंने कहा मैं माउंट आबू से आया हूँ, आप कहाँ से आए हैं? बोला मैं सिरोही डिस्ट्रिक्ट से आया हूँ, मेरे बच्चे यहाँ पढ़ते हैं, आपका सेंटर है यहाँ क्या? तो मैंने कहा कहाँ पर हम बैठे, हमको भी पता नहीं, सेंटर क्या बताऊँ? कहता अच्छा आपका सेंटर यहाँ नहीं है क्या? होगा तो पता नहीं मुझे। उसने कहा कहाँ जाना है आपको? तो मैंने दिखाया अपने बोर्डिंग। कहता चलो मैं आपको बिठा के आता हूँ। आराम से बिठा के गया प्लेन में। कहाँ से वो आया, कैसे बाबा ने उसको भेजा, और अपने गांव का जैसे सिरोही का मिला। क्या बाबा कहाँ कहाँ बैठा हुआ है, सब जगह मदद करने के लिए आ जाता है। बैठ गया जा कर के। जहाँ उतरा वो दोनों भाई रिसीव करने के लिए खड़े थे। कहते आपका सामान यहाँ आ गया है और हम आपके पास हैं। അതായത് എങ്ങനെ നമ്മൾ ബാബയെ കൂടെ വെക്കണം എന്നുള്ള പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നമ്മളത് പ്രാക്ടീസ് ചെയ്യണമെന്ന് ബായിജി പറഞ്ഞു തരികയാണ്. അതായത് ആത്മാവായ ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഇവിടേക്ക് ബാബയെ ആഹ്വാനം ചെയ്യുക. ഞാനും ബാബയും ഇവിടെ കമ്പൈൻഡായിട്ട്. അപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും ബാബ എന്നെ സംരക്ഷിക്കാനായിട്ടുണ്ട്, എൻ്റെ സാത്തിയായിട്ടുണ്ട്. അപ്പോൾ ബായിജി പറയാണ് വിദേശ രാജ്യങ്ങളിൽ എവിടെയെല്ലാം ഞാൻ പോയിട്ട് സേവനം ചെയ്തു. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഭാഷ അറിയില്ല. അപ്പോൾ പലരും എന്നോട് പറഞ്ഞു ബുദ്ധിമുട്ടാകും, ഇന്ന വിഘ്നങ്ങൾ വരും ഭാഷ അറിയാത്തതുകൊണ്ട്. പക്ഷേ ബായിജി പറയാണ് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ബാബ എന്നെ എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ തന്നെ ഒരു ചിന്തയും ഇല്ലാതെ തന്നെ സേവനം ചെയ്യിപ്പിച്ചു. അപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ഇൻസിഡൻറ്റ് നടന്നത് പറയാണ്. ലോസ് ആഞ്ചലസിൽ നിന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഫ്ലൈറ്റ് മാറി കയറാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലാക്കിയിട്ട് അവിടുത്തെ അമേരിക്കയിലുള്ള ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ബായിനെ അവിടെ ഫ്ലൈറ്റിൽ അവിടെ ആക്കി പോയി. എയർപോർട്ടിൽ നിന്ന് അവർ തിരിച്ചു പോയി, ബായി അവിടെ. പക്ഷെ അവിടെ ഇരിക്കുകയാണ്, ഗേറ്റിൽ അടുത്ത് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് അനൗൺസ്മെൻറ്റ് വരുന്നത് ആ ഫ്ലൈറ്റ് 12 മണിക്കൂർ ലേറ്റാണെന്ന്. അപ്പോൾ ബായിക്ക് ഒന്നും അറിയില്ല, എവിടേക്കാണ് പോകേണ്ടത് എന്താണോ ഒന്നും അറിയില്ല. അപ്പോൾ ആ സമയത്ത് ബാബ, എനിക്ക് ഭാഷയും അറിയില്ല, ആരുമില്ല എന്നെ സഹായിക്കാൻ, ബാബ തന്നെ ഉള്ളൂ. ബാബയെ ആഹ്വാനം ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു, രാജുഭായിക്ക് ഒരു ഫോൺ കോൾ, ആരോ ഇങ്ങനെ അനൗൺസ് ചെയ്തിട്ട് പറഞ്ഞാൽ ഒരു ഫോൺ കോൾ ഉണ്ട്. പോയി നോക്കിയപ്പോൾ എവിടെയാണോ ബായിജി ഫ്ലൈറ്റ് ഇറങ്ങേണ്ടത് അവിടെ ബായിജിനെ വെയിറ്റ് ചെയ്തിട്ട് ഒരു ബ്രദർ നിൽക്കുന്നുണ്ട്. ആ ബ്രദറിന് മനസ്സിലായി ഫ്ലൈറ്റ് ഇങ്ങനെ ലേറ്റ് ആണെന്ന്. അപ്പോൾ ആ ബായി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വേറെ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൽ വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബായിജി പറഞ്ഞു എൻ്റെ ഇതൊക്കെ ബോർഡിങ് ലഗേജൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും ചിന്തിക്കേണ്ട, അതൊക്കെ അവിടെ കിട്ടിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ അനൗൺസ്മെൻറ്റ് കേട്ട അനുസരിച്ച് ഇന്ന ഗേറ്റിൽ പോയിട്ട് ഇരിക്കാൻ പറഞ്ഞു. അവിടെ പോയിട്ടിരുന്നു. അടുത്ത ഫ്ലൈറ്റ് മാറി കയറാൻ വേണ്ടിയിട്ട് ആ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ പോയിരിക്കുമ്പോൾ വീണ്ടും അനൗൺസ്മെൻറ്റ് കേട്ടു ഇന്ന ഗേറ്റിൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ ഗേറ്റിൻ്റെ അവിടെ പോയപ്പോൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വന്ന് നിന്നത് ഒരു ട്രെയിൻ. അപ്പോൾ ബായിജി വിചാരിച്ചു ഫ്ലൈറ്റല്ലേ കയറേണ്ടത്, ഞാൻ എയർപോർട്ടിൽ ട്രെയിനിൽ പോകാനാണോ വന്നത്? അപ്പോൾ എല്ലാവരും കയറുന്നുണ്ട്, അപ്പോൾ ഒപ്പം കയറി. അങ്ങനെ ഒരു സ്ഥലത്ത് കുറച്ച് വിജനമായിട്ടുള്ള, എയർപോർട്ടിൽ തന്നെ വിജനമായിട്ടുള്ള ഒരു സ്ഥലത്ത് അടുത്ത ഫ്ലൈറ്റിൻ്റെ ഗേറ്റിൻ്റെ അവിടെ പോയിരിക്കുക, ആരും ഇല്ല, ഒറ്റയ്ക്കാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ബാബയുടെ ഓർമ്മയിൽ ഇങ്ങനെ ഇരിക്കുക, ബാബ നീ തന്നെയാണ് എന്നെ ഗൈഡ് ചെയ്യേണ്ടത്, എന്നെ സഹായിക്കേണ്ടത്. അപ്പോൾ ഉണ്ട് ഒരു ഹിന്ദി അറിയുന്ന ഒരു ബായി വന്നിട്ട് താങ്കൾ മൗണ്ട് അബൂന്നാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ബായിജി പറഞ്ഞു നിങ്ങൾ ആരാന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ സിരോഹിയിലാണ് എൻ്റെ നാട്, എൻ്റെ മകൻ ഇവിടെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സെൻറ്റർ ഉണ്ടോയെന്ന്. അപ്പോൾ ബായിജിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണ്ടേ, ഇംഗ്ലീഷ് സംസാരിക്കാനും അറിയില്ല, സ്ഥലവും അറിയില്ല. പക്ഷേ ബാബ അവിടെ കമാല് കാണിച്ചതാണ്. ആ ബായി തന്നെ രാജു ബായിജിനെ എവിടെയാണോ ഗേറ്റ് അവിടെ കൊണ്ടുപോയി ഫ്ലൈറ്റിൽ കയറ്റി ഇരുത്തി സുരക്ഷിതമായിട്ട് അയച്ചു. അവിടെ ചെന്ന് ഇറങ്ങി, എവിടെയാണോ ഇറങ്ങേണ്ടത് അവിടെ ഇറങ്ങിയപ്പോൾ
അവിടെ ലഗേജൊക്കെ എടുത്ത് മറ്റേ ബായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു പ്രശ്നവും ഉണ്ടായില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മളെപ്പോഴും ബാബയെ നമ്മുടെ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ബാബ നമ്മളെ സഹായിക്കും എന്നുള്ളതിൻ്റെ അനുഭവം പറഞ്ഞതാണ് ബായി. कभी कंफ्यूज नहीं होना, बस फ्यूज उड़ना नहीं चाहिए. बाबा के साथ कनेक्ट रहो, बस बाबा अपने आप सब करेगा. ഒരിക്കലും അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആകരുത്. ഫ്യൂസ് ഊരാൻ പാടില്ല എന്ന്. ബാബയുമായിട്ടുള്ള കണക്ഷൻ്റെ ഫ്യൂസ് വിടാൻ പാടില്ല. അതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരുന്നത്. എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കുക, ബാബയെ കൂടെ അനുഭവം ചെയ്യുക. അപ്പോൾ ബാബ നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. फ्यूज उड़ता तो नहीं कभी? ഫ്യൂസ് പോവാറില്ലല്ലോ എന്ന്. ബാബയായിട്ടുള്ള കണക്ഷൻ. फ्यूज कम उड़ता है. यहाँ फ्यूज अगर उड़ जाए तो कारण क्या होगा? अधिक लोड डालोगे तो फ्यूज उड़ जाएगा. लोड क्यों लेते हो? बाबा बैठा है ना, दे दो उसको. ചിലപ്പോൾ ലോഡ് കൂടുതലാകുമ്പോഴല്ലേ ഫ്യൂസ് അടിച്ചു പോകുന്നത് നമ്മൾ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ ഉള്ളിലും ലോഡ് കൂടുതലാകുമ്പോൾ ഫ്യൂസ് പോവാറുള്ളതെന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഭാരം വന്നാൽ എല്ലാം ബാബയ്ക്ക് അങ്ങ് കൊടുക്കുക, ഭാരരഹിതമായിട്ടിരിക്കുക. ठीक है, तो अभी लोड नहीं लेना, सब बाबा तेरा तेरा तेरा, हल्के हो जाओ. लाइट അതുകൊണ്ട് ഭാരം चलेंगे अभी बाबा के पास. ഭാരം ഒന്നും എടുക്കരുത്, എല്ലാം ബാബയ്ക്ക് കൊടുക്കുക. എൻ്റെ എല്ലാം ബാബയുടെയാണെന്ന് അങ്ങനെ കൊടുത്ത് ലൈറ്റായിട്ടിരിക്കുക, പറക്കുക ബാബയുടെ അടുത്ത്. 2-3 പ്രശ്ന है भाई जी. एक तो ये प्रश्न है भाई जी कि मुरली में जो क्वेश्चन आंसर, धारणा पॉइंट्स, वरदान, स्लोगन, ये सिस्टम कैसे चालू हुई? हमारी दादी प्रकाश मणि जी, जिनको बाबा ने मुरली, जैसे कहते हैं ना, जब कृष्ण जी मथुरा से गोकुल से मथुरा जाने लगे तो गोपियों ने मुरली के लिए जिद किया कि मुरली मेरे को दे के जाओ. राधा उनके सामने लेट गई, मुरली दे के जाओ फिर जाना भले. तो जब ब्रह्मा बाबा व्यक्त हुए तो दादी प्रकाश मणि जी के हाथ में मुरली दी, मुरली सुनाने की सेवा. तो दादी जब मुरली सुनाती थी तो दादी का बड़ा चिंतन चलता था. और दादी को ये पता था कि अभी सेंटर्स खुल रहे हैं, जगह जगह पर मुरली की संख्या बढ़ रही है. और सब छोटी छोटी बच्चियां हैं जो अभी तक ट्रेंड भी नहीं हैं, ब्रह्मा कुमारी बन गई. अब इनको सत्संग की रीति से क्लास नहीं चलाना है, एक क्लास की रीति से चलाना है. तो क्लास में अगर चिटचैट होगी, प्रश्न उत्तर होंगे तो उनको रौनक आएगी. नहीं तो मुरली सुन लेते हैं, चले जाते हैं, पता नहीं चलता स्टूडेंट लाइफ क्या होती है. तो दादी हमारे मधुबन की क्लास में प्रश्न पूछती थी और दीदी उनके नोट्स लेती थी, प्रश्न उत्तर बना लेती थी. और बाद में मेरे को बुला के कहती थी, ये डायरी लो, तुमको जो इसमें से अच्छा लगता है वो प्रश्न लिख कर के मुरली के ऊपर लिख दो. तो दीदी प्रश्न उत्तर जो निकालती थी, दादी क्लास में पूछती थी और दीदी लिख करके मेरे को डायरी देते. तो वो डायरी से प्रश्न उत्तर लिख के मैं मुरली के ऊपर लिख देता था. ऐसे पहले शुरुआत हुई. फिर दादी ने कहा उस मुरली का पूरा एसेंस लिखो, एक लाइन में लिखो, मीठे बच्चे कह के लिखो. क्यों बाबा मीठे बच्चे कह के तुरंत मुरली नहीं चलाई है. तो मीठे बच्चे बाबा के वाक्य के ऊपर पहले एक लाइन बनाई, फिर प्रश्न उत्तर लिखे. उसके बाद कहने लगी पूरी मुरली का सार, धारणा के लिए कौन सी बातों पर अंडरलाइन बाबा करा रहे हैं. क्योंकि बहनों से अचानक भाई लोग पूछ देते हैं कि आज मैं मुरली क्लास में नहीं आता हूँ, बहन जी मुझे 2 बातें मुरली की सुना दो जो धारणा की हैं. तो वो सुनाती नहीं है ठीक, कोई कुछ सुना देता है, कोई कुछ सुना देता है. तो तुम्हारा फर्ज है इसके नीचे धारणा की पॉइंट लिखो. तो ऐसे पहले सार, फिर प्रश्न उत्तर, फिर धारणा की पॉइंट साकार मुरली से ही निकाली. उसी मुरली की वो पॉइंट्स हैं, उसके अंदर ही हैं और वही आगे पीछे लिखी गई. लिखी हमने है लेकिन बाबा की मुरली से ही लिखी है. അതായത് ചോദ്യം ഇതായിരുന്നു, അതായത് ശരിക്കും ബ്രഹ്മാബാബയുടെ ശരീരത്തിൽ വന്ന് ശിവബാബ മുരളി ഉച്ചരിക്കുകയല്ലേ ചെയ്യുന്നത്.
പക്ഷെ ഡെയിലി നമ്മൾ കേൾക്കുന്ന സാകാര മുരളിയിൽ ചോദ്യമുണ്ട്, ഉത്തരമുണ്ട്, ധാരണ പോയിന്റ്സ് ഉണ്ട്. ഇപ്പോൾ ബാബ ഉച്ചരിച്ച മുരളിയിൽ അങ്ങനെയൊന്നും വരില്ലല്ലോ. ഡയറക്റ്റ് ബാബ അങ്ങ് മുരളി ഉച്ചരിക്കുകയാണ്, അവസാനം നമസ്തേ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ് തുടങ്ങിയത്? അതാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യൻ ആൻസർ, ധാരണ പോയിന്റ്സ് എന്നൊക്കെ, മീറ്റേ ബച്ചേ എന്നെല്ലാം തുടങ്ങി. അപ്പോൾ ഭായിജിയാണ് മുരളി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്, അതെല്ലാവർക്കും അറിയാമല്ലോ. ബാബ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് മുരളി ഹാൻഡിൽ ചെയ്യാൻ ഭായിജിനെയാണ്. അപ്പോൾ ബാബ അവ്യക്തമായതിനു ശേഷം 69 ബാബ അവ്യക്തമായതിനു ശേഷം അതുവരെ ബ്രഹ്മബാബയുടെ ശരീരത്തിലൂടെ ആയിരുന്നല്ലോ മുരളി ഉച്ചരിക്കുന്നുണ്ടായിരുന്നത്. അവ്യക്തമായതിനു ശേഷം പിന്നെ റെസ്പോൺസിബിലിറ്റി ദാദിജിക്കായി. അപ്പോൾ ദാദിജിയാണ് മുരളി കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് സെൻറ്റേഴ്സൊക്കെ ഒരുപാട് അവിടെ ഇവിടെയെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ചില സെൻറ്ററുകളിലാണെങ്കിൽ കൊച്ചു കുമാരിമാരാണ് സിസ്റ്റേഴ്സായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ വിദ്യാലയമല്ല, ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ക്ലാസ് പോലെ കുട്ടികളൊക്കെ വന്ന് അത് കേൾക്കണമെങ്കിൽ, അല്ലാതെ ചെറിയ ചെറിയ കുമാരിമാർ വെറുതെ ഒരു സത്സംഗം പോലെ ഒരു പ്രഭാഷണം പോലെ എന്നും വന്ന് കേട്ട് പോകുമ്പോൾ അതൊരു സ്റ്റുഡൻറ്റ് ലൈഫ് എന്നുള്ള ഒരു ഫീലിംഗ് വരില്ലല്ലോ. അപ്പോൾ ദാദിയുടെ ഉള്ളിൽ വന്ന സങ്കല്പമാണ് ചോദ്യം ഉത്തരം. ഒരു ക്ലാസ് ഹാൾ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും ടീച്ചർമാർ, അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വേണം. അന്നത്തെ മുരളിയുടെ പോയിൻറ്റ്സ്, ഇപ്പോൾ ഇന്ന് ഫുള്ള് ബാബ മുരളി ഇതാണ് കേൾപ്പിച്ചത്, എന്താണ് മെയിൻ പോയിൻറ്റ്സ് എന്ന് കേൾക്കാത്ത ആരെങ്കിലും വന്ന് നമ്മുടെ അടുത്ത് സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇന്ന് ബാബ എന്താ മുരളിയിൽ പറഞ്ഞു, പെട്ടെന്ന് നമുക്ക് പറയാനൊരു സാരം വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് അതും ദാദിയുടെ സങ്കല്പത്തിൽ വന്നതാണ്. അന്നത്തെ മുരളിയിൽ ബാബ പറഞ്ഞ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ് എന്താണോ അത് 2 പോയിൻ്റായിട്ട് അവസാനം ധാരണയായിട്ട് കൊടുക്കുക. ഇത് രണ്ടും ദാദിജി തന്നെയാണ്, പ്രകാശ്മണി ദാദിജിയാണ് രാജു ഭായിജിനെ അത് ഏൽപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് മുരളി റെഡിയാക്കാൻ പറഞ്ഞു. അത് അങ്ങനെയാണ് ആദ്യം മീറ്റേ ബച്ചേ ബാബ പറഞ്ഞ ആദ്യത്തെ മഹാവാക്യം. പിന്നെ മുരളിയിൽ നിന്ന് തന്നെ, അപ്പോൾ നമ്മുടെ മൻമോഹിനി ദീദിയാണ് ആദ്യം ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ആ രീതിയിൽ മുരളിയുടെ പോയിൻറ്റ്സ് എഴുതിയത്. ദാദിജി മുരളി ഇങ്ങനെ കേൾപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാക്കുമായിരുന്നു ദീദി. അപ്പോൾ ദീദിയുടെ കയ്യിൽ നിറയെ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. ആ നോട്ട്ബുക്ക് രാജു ഭായിജിയുടെ അടുത്ത് എടുക്കാൻ പറഞ്ഞു. അത് റെഫർ ചെയ്തിട്ട്, അതെല്ലാം മുരളിയിൽ നിന്ന് എഴുതിയ പോയിൻറ്റ്സാണ്, അത് റെഫർ ചെയ്തിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ് നമുക്ക് എല്ലാ ദിവസവും കിട്ടുന്ന മുരളിയിൽ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് വരുന്നതും. ദാദിജി പറഞ്ഞ നിർദ്ദേശം അനുസരിച്ചിട്ട് രാജു ഭായിജി അന്നത്തെ മുരളിയിലെ മെയിൻ പോയിൻറ്റ്സ് സെലക്ട് ചെയ്തിട്ട് ധാരണ പോയിൻറ്റ്സ് പറഞ്ഞിട്ട് നമുക്ക് 2 പോയിൻ്റ് കിട്ടുന്നത് അങ്ങനെയാണ്. क्लियर आए लो। और वरदान शुरू हुए हैं 88 के बाद। 88 में एक बार बाबा ने, अव्यक्त बाबा ने कहा कि मधुबन वालों से मिलने के लिए आऊँगा अलग से। तो मधुबन वालों से मिलने आएंगे तो 120 भाई और करीब 50 बहनें थी मधुबन में। तो बाबा शाम को 6:30 बजे आए और सुबह 7 बजे तक केवल 120 भाइयों को मिले। 12-13 घंटा बाबा बैठे। तो लास्ट में मैं बाबा के पास जब गया मिलने के लिए, तो बाबा ने मुझे भी वरदान दिया, तेरे को तो बुद्धि का वरदान है, दिव्य बुद्धि का वरदान मिल गया है। तो दादी ने मेरे को बुलाया, बोला कि रात भर बाबा ने क्या किया, 120 भाई मिले, बहनें रह गई। तो मेरे मुख से निकला, दादी आज बाबा ने बहुत वरदान दिए। वरदान दिए किसको? तुम लोगों को। हमने कहा हाँ दादी, जितने दिए तुमने लिखे? हमने कहा सबके लिखे, मैंने नोट्स लिए हैं। अच्छा टाइप करके ले आओ। और जब मैं टाइप करके ले आया तो बहुत मोटी किताब जैसा, बहुत ज़्यादा बाबा ने बोला था, रात भर बोला, और एक को 2-2, 3-3 पेज पर्सनल। वो जब टाइप लेके गया तो दादी ने कहा क्या करेगा इसको? दादी जिसको बोला है उसको टाइप करके दे देता हूँ, वो अपने ऑफिस में लगाएगा, अपने डिपार्टमेंट में लगाएगा, उसका फ़ोटो है और वो वरदान है। अच्छा तुम लोगों के लिए पर्सनल बोला है क्या? ये सारे ब्राह्मणों के लिए बोला है, अभी तुम सब के लिए बनाओ इसको। कैसे बनाओ दादी, ये तो बहुत ज़्यादा है। नहीं, तुम 4 लाइन में एक वरदान सेट करो। अब वरदान में भाव शब्द तो था नहीं, तो जो पहली लाइन है वरदान की वो मैंने सेट किया, और उसी आधार से वरदान के शब्द नहीं चेंज किए हैं, लेकिन पहली लाइन भाव की सेट किया। और फिर वो वरदान जो 140 के थे वो हमने 365 दिन तक चलाए, पूरा 1 साल चलाया। और उसके बाद दादी ने बुलाया, कहता पूरा हो गया वरदान?
अरे इतनी मुरलियाँ चली, सबके वरदान निकालो। तो मैंने सारी मुरलियाँ स्टडी किया और सबके वरदान बनाए। 5-6 साल तक कोई वरदान रिपीट नहीं हुआ। तो वो वरदान अभी भी चल रहे हैं, अभी तो रिवाइज हो रही मुरलियाँ। പിന്നെ നമുക്കറിയാം ഡെയിലി സാകാര മുരളിയിലും അവ്യക്ത മുരളിയിലൊക്കെ വരദാനവും ശ്ലോകനമൊക്കെ ഉണ്ടാകാറുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തത് 1988 മുതലാണ്. അത് എങ്ങനെയാണെന്നാണ് ബൈജി ഇപ്പോൾ പറഞ്ഞത്. അതായത് ഒരു പ്രാവശ്യം ബാബ്ദാദ മധുബൻ നിവാസികളെ മിലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഓം ശാന്തി ഭവനിൽ, പാണ്ഡവ് ഭവനിൽ വന്നപ്പോൾ 120 ബായിമാരും 50 സിസ്റ്റേഴ്സുമാണ് ഉണ്ടായിരുന്നത് മധുബൻ നിവാസികൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൈകുന്നേരം 6:30 ബാബ വന്ന് അടുത്ത ദിവസം രാവിലെ 7 മണി വരെ ബാബ ഉണ്ട്. ഈ 120 പേരെയും പേഴ്സണലായിട്ട് മീറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ രാവിലെ ഏറ്റവും ലാസ്റ്റ് പോയത് ബൈജിയാണ്. അപ്പോൾ ഓരോ മധുബൻ നിവാസിക്കും ബാബ വരദാനങ്ങൾ കൊടുത്തു, പേഴ്സണലായിട്ട് കുറേ സംസാരിച്ചു. അപ്പോൾ പിറ്റേ ദിവസം ദാദിജി കണ്ടപ്പോൾ ബായിക്കും കൊടുത്തു ബുദ്ധിക്കുള്ള വരദാനം. ഭായിജിയുടെ അടുത്ത് ചോദിച്ചു, എന്താ ബാബ രാത്രി മുഴുവൻ ഇരുന്ന് ചെയ്യണ്ടായിരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഭായിജി പറഞ്ഞു, നിറയെ വരദാനങ്ങൾ തന്നു ബാബ എന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 120 പേർക്കും എല്ലാ ഭായിമാർക്കും കൊടുത്ത വരദാനങ്ങൾ ഫുള്ള് ടൈപ്പ് ചെയ്തിട്ട്, അപ്പോൾ ഒരാൾക്ക് തന്നെ ടൈപ്പ് ചെയ്തപ്പോൾ 2-3 പേജ് ഉണ്ട്. ബാബ പറഞ്ഞതും വരദാനം കൊടുത്തതുമല്ല, അതെല്ലാം കൂടിയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ബുക്ക് പോലെ ഉണ്ടായിരുന്നു എല്ലാം കൂടിയിട്ട്. അത് ദാദിക്ക് കൊടുത്തു. അപ്പോൾ ദാദി ചോദിച്ചു, ഇത് നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ബായി പറഞ്ഞു, അത് നമുക്കിങ്ങനെ അവിടെ പോസ്റ്റർ പോലെ വെക്കാം, ഇവിടെ വെക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ദാദി ചോദിച്ചു, അത് ശരി, അപ്പം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ബാബ പറഞ്ഞത്? എല്ലാ ബ്രാഹ്മണ ആത്മാക്കൾക്കും വേണ്ടിയല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു. അങ്ങനെയാണ് എന്താണോ ബാബ അന്ന് തന്ന വരദാനങ്ങൾ അതെല്ലാം കൂടിയിട്ട് സെപ്പറേറ്റ് 4 ലൈനിൻ്റെ വരദാനം നമുക്ക് എല്ലാ മുരളിയിലും ഇല്ലേ, അതുപോലെ സെപ്പറേറ്റ് സെറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം അന്ന് ദാദി ബൈജിക്ക് കൊടുത്തതാണ്. അപ്പോൾ ആ വരദാനങ്ങളിൽ നിന്ന് 1 വർഷത്തേക്കുള്ള വരദാനം ബൈജി സെറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ ദാദിജി പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഇനി നീ ഒരു കാര്യം ചെയ്യ്, എത്ര മുരളികൾ ബാബ ഉച്ചരിച്ചിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ഇതുപോലെ വരദാനമായിട്ട് എടുക്കുക. ബാബ എന്തൊക്കെ വരദാനങ്ങളാണോ മുരളിയിലൂടെ തന്നിട്ടുള്ളത് അതെല്ലാം ഇങ്ങനെ വരദാനമായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബൈജി തന്നെയാണ് ദാദിയുടെ നിർദ്ദേശപ്രകാരം ഇതുപോലെ വരദാനങ്ങൾ സെറ്റ് ചെയ്തത്. അപ്പോൾ ആ ഫസ്റ്റ് ലൈൻ ബൈജി തന്നെ സെറ്റ് ചെയ്ത, ബാബ കൊടുത്ത വരദാനത്തിൻ്റെ ശബ്ദം വെച്ചിട്ട് ബാബ ഉച്ചരിച്ച മുരളിയുടെ ആധാരത്തിൽ ബൈജി തന്നെ സെറ്റ് ചെയ്യുന്നതാണ് ആ വരദാനവും അതിൻ്റെ എക്സ്പ്ലനേഷനും. അപ്പോൾ ബൈജി പറയാണ്, ഒരു വരദാനം ഒരു 5-6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ കൂടുതൽ റിപ്പീറ്റ് ചെയ്തില്ല ഇത്രയും വർഷമായിട്ടുള്ള മുരളികളിൽ. എല്ലാവരും ഒന്ന് കൈയടിക്കും. और ये है, जब योग में बैठते हैं तो आधा घंटा तक योग नहीं लगता है, तो इसके लिए कुछ सहज विधि है. आधा घंटे तक खाली ऐसे ही बैठते हैं, आधा घंटे के बाद नहीं. ऐसा है कि आधा घंटा के बाद लगता है. हाँ, ऐसा कनेक्शन मिलता है आधा घंटा, ऐसे लिखा है. ऐसा है कि योग का आधार है श्रेष्ठ चिंतन, ज्ञान चिंतन. तो कम से कम जब बैठते हो तो दुनिया के जो इधर उधर के चिंतन हैं उसकी बजाय ये चिंतन करो, मैं एक लाइट हूँ, मैं एक चैतन्य शक्ति हूँ, मैं एक बहुत चमकता हुआ सितारा हूँ. ये चिंतन करो और चिंतन करते करते स्वरूप में स्थित हो जाओ. स्थित होते ही जब आत्मा अपने स्वरूप में स्थित होगी तो बाबा के पास पहुँच जाएगी. योग नहीं लगता ये कहना नहीं है. पहले स्टेप पर पाँव तो रखो. पहला स्टेप है मैं आत्मा हूँ, इस शरीर से अलग हूँ, एक लाइट हूँ, एक चैतन्य शक्ति हूँ. स्टेप वाइज योग करो. फिर शांत स्वरूप हूँ, बहुत शुद्ध स्वरूप हूँ, स्वरूप में स्थित, इसी स्वरूप में मेरा बाबा है. ऐसे संकल्प करते करते बाबा से कनेक्ट हो जाएंगे और कनेक्ट होंगे तो शांति की, पवित्रता की, शक्ति की अनुभूति होने लगेगी. योग हो गया. യോഗം ചെയ്യാൻ പറ്റില്ല എന്ന് ഒരിക്കലും പറയരുത്, ആദ്യം തന്നെ ബൈജി പറയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ചിന്തകളാണ് നമുക്ക് തടസ്സം. നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള അനാവശ്യ ചിന്തകളിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ബുദ്ധി അങ്ങോട്ട് മേലേക്ക് കണക്ട് ചെയ്യില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്
നമ്മുടെ ചിന്തകളെ നമ്മുടെ ഉള്ളിലേക്ക് ഏകാഗ്രമാക്കണം. അതിന് ആദ്യം വിധി ബാബ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, യോഗം ചെയ്യാന്നുള്ളത് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വിധിയാണ് ഞാൻ എന്നിലേക്ക്, ഞാൻ ആത്മാവാണ്. അത് ശരിക്കും അനുഭവം ചെയ്യണം, ശ്രദ്ധ ഇവിടേക്ക് കൊണ്ടുവരണം. ഞാൻ ആത്മാവാണ്, ഞാനൊരു പ്രകാശ ബിന്ദുവാണ്, ഞാൻ ശാന്തസ്വരൂപമാണ്. ആ പ്രകാശത്തിൻ്റെ അനുഭൂതിയിലേക്ക് വരണം. അപ്പോൾ അത് നമ്മൾ തന്നെ സ്വയം പ്രയത്നിക്കേണ്ട കാര്യമാണ്, ആ പ്രകാശത്തിൻ്റെ സ്വരൂപത്തിലേക്ക്. അപ്പോൾ ആത്മസ്വരൂപത്തിലേക്ക് ആദ്യം വരണം. ചിന്തകൾ അങ്ങനെ ആയിരിക്കണം, അതിൻ്റെ ഇടയിൽ വേറെ ചിന്തകൾ വരരുത്. ആ രീതിയിൽ ചിന്തകളെ രചിച്ച് ആത്മസ്വരൂപത്തിലിരിക്കുക. ഞാൻ പ്രകാശസ്വരൂപമാണ്, ശാന്തസ്വരൂപമാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ശരിയായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് ബാബയുടെ ഓർമ്മ വരും. ബാബയിലേക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കണക്ഷൻ കിട്ടും. ബാബയുടെ വൈബ്രേഷൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും, കണക്ഷൻ കിട്ടിയ പോലെ തോന്നും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടതാണ് യോഗം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. നമ്മുടെ ചിന്തകളെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്, അല്ലാതെ യോഗം ചെയ്യാൻ പറ്റില്ല എന്ന് ഒരിക്കലും പറയരുത്. एक लास्ट क्वेश्चन है भाई जी. पहला हमारा मुख्य सेवा था बाबा का परिचय देना. अभी हमारा सेवा और पुरुषार्थ क्या होना चाहिए? क्योंकि बाबा का परिचय तो बहुत हो गया, माना परिचय देने की सेवा तो बहुत हो गया. अभी सेवा और पुरुषार्थ कैसा होना चाहिए? समझ गया मैं. वास्तव में संदेश देने की सेवा तो बहुत फास्ट हुई है, हो रही है. अभी बाबा चाहते हैं मेरे बच्चों की वृत्तियों से वाइब्रेशन बने. प्रकृति दूषित है, वायुमंडल खराब है, उन सब की सेवा के लिए हम कुछ समय बहुत अच्छी एकाग्रता से अपनी बहुत शुद्ध वृत्तियों से वातावरण को चेंज करें. मनसा सेवा जितनी मन शक्तिशाली है, अच्छे संकल्प हैं, तो वो संकल्प, जैसे हम शांत स्वरूप हैं तो शांति की किरणें फैलेंगे, हम पवित्र स्वरूप हैं तो पवित्रता की किरणें फैलेंगी. तो ये सेवा भी जरूरी है. इस सेवा में हम सबको समय देना चाहिए. कुछ समय, नमाज शाम का आधा घंटा, प्रकृति और वायुमंडल को परिवर्तन करने की सेवा बहुत जरूरी है. ഇപ്പം നമ്മൾ ചെയ്യേണ്ട, ഇപ്പോൾ വർത്തമാന സമയത്ത് നമ്മൾ ചെയ്യേണ്ട സേവനം, പുരുഷാർത്ഥം എന്താണെന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത്. സന്ദേശം കൊടുക്കുന്ന സേവനം നമ്മൾ ഒരുപാട് ചെയ്തു. ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ബാബയും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, വർത്തമാന സമയത്ത് നമ്മൾ ചെയ്യേണ്ട സേവനം ഇതാണ്: വൃത്തി സേ വൈബ്രേഷൻ. നമ്മുടെ മനോവൃത്തി നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യണം. നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങനെയുള്ള ശുദ്ധവും ശ്രേഷ്ഠവുമായിട്ടുള്ള ശുഭമായിട്ടുള്ള സങ്കല്പങ്ങളുടെ വൈബ്രേഷൻ 4 ഭാഗത്തേക്കും വ്യാപിപ്പിക്കുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രത്യേകിച്ച് സന്ധ്യാസമയം യോഗത്തിൻ്റെ സമയത്ത് അരമണിക്കൂർ നമ്മൾ അങ്ങനെ ഇരിക്കണം. ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ് എന്നുള്ള സ്ഥിതിയിലിരിക്കുമ്പോൾ ശാന്തിയുടെ വൈബ്രേഷൻസ് ഫുൾ അന്തരീക്ഷത്തിലേക്ക്, പ്രകൃതിയിലേക്ക് വ്യാപിപ്പിക്കുന്ന സേവനം നമ്മൾ ചെയ്യണം. ഇതാണ് മനസ്സാ സേവനം. വൃത്തിയിലൂടെ, മനോവൃത്തിയിലൂടെ വൈബ്രേഷൻ വ്യാപിപ്പിക്കുന്ന സേവനമാണ് നമ്മൾ വർത്തമാന സമയത്ത് ചെയ്യേണ്ടതെന്ന് ബാബ പറഞ്ഞിട്ടുണ്ട്. ठीक है जी. अभी हम 15 मिनट योग करें ना, 4:30 बजे, 4:45 बजे तक. अभी और प्रश्न? ഇനി ആരും ക്വസ്റ്റ്യൻസ് കൊണ്ടുവരണ്ട, സമയം ലേറ്റായി, 4:30ആയി. അമൃതവേള യോഗം കമൻട്രി കേട്ടുകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് സ്വയം സങ്കല്പം ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ്. संध्या और नुमा शाम योग और अमृत वेला योग कमेंट्री लगा के योग करना या अपने आप संकल्प रचना, कैसे करना है? देखो, ये सब विधियां हैं, जिसका जिस विधि से लगता है वैसे करो. अगर आपको कमेंट्री से अच्छा लगता है तो कमेंट्री करो. ज़रूरत नहीं है कमेंट्री की तो ज़रूरत नहीं, तो बंद कर दो. वास्तव में आधार कब तक? साइंस के साधन हैं, ठीक है, ले रहे हो, लेकिन हमको निराधार बनने की ज़रूरत है. अगर बहुत अच्छे संकल्प हैं तो कोई कमेंट्री की, गीत की ज़रूरत नहीं है. अगर नींद का माहौल है, इधर उधर संकल्प चल रहे हैं, तो कमेंट्री लगा दो, यो गीत बजा दो अच्छे अच्छे. माना जिस विधि से आप एकाग्र हो सकते हो वो विधि अपनाओ. बंधन नहीं है, कोई हमारी इसकी मजबूरी नहीं है. जैसे भी सहज लग सकता वैसे करो. ഇങ്ങനെ പാടൂ എന്നുള്ളത് ഒന്നുമില്ല.
കാര്യം ഇതാണ്, നമുക്ക് യോഗം ചെയ്യാൻ പറ്റണം, നമ്മുടെ സങ്കല്പങ്ങൾ ആ രീതിയിലായിരിക്കണം, ബാബയിലേക്ക് ഏകാഗ്രമാകണം. അപ്പം നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്നെ നല്ല നല്ല സങ്കല്പങ്ങൾ രചിക്കാനുള്ള ഒരവസ്ഥ ഉണ്ട് സ്വയമെങ്കിൽ പിന്നെ കമൻട്രി കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ മനസ്സ് കുറച്ച് ചഞ്ചലമാണ് എങ്കിൽ, യോഗത്തിൻ്റെ അവസ്ഥ വരുന്നില്ല എങ്കിൽ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കമൻട്രി വയ്ക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. കാര്യം ഇതാണ്, നമ്മുടെ യോഗത്തിൻ്റെ അവസ്ഥ നല്ലതായിരിക്കണം. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നിരാധാരമായിരിക്കണം, ഒന്നിനെയും നമ്മൾ ആധാരമാക്കാൻ പാടുള്ളവരല്ല. അതുകൊണ്ട് കഴിയുന്നതും കമൻട്രി ഒന്നും ഇല്ലാതെ യോഗം ചെയ്യാനുള്ള സ്ഥിതി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ശക്തി. കുമാരന്മാരുടെ ക്ലാസ് 5:30-ക്കാണ്, 6 മണിക്കല്ല 5:30-ക്കാണ്. अभी हम 15 मिनट योग करेंगे, फिर आप सबको छुट्टी है, फिर 5:30 बजे से कुमारों के साथ बैठे. 15 മിനിറ്റ് യോഗം, അത് കഴിഞ്ഞിട്ട് ഭട്ടി തീരും. അതിനുശേഷം കുമാരന്മാരുടെ ക്ലാസ്. ഓം ശാന്തി. बहुत स्नेह से बाबा का आह्वान करो। जैसे मैं आत्मा इस भ्रकुटी आसन पर हूँ, बाबा को बहुत प्यार से बुलाओ और कंबाइंड होकर के बैठो. ആത്മാവായ ഞാൻ ഭൃഗുടി മധ്യത്തിലിരിക്കുന്നു. വളരെ സ്നേഹത്തോടു കൂടി ബാബയെ താഴേക്ക് ആഹ്വാനം ചെയ്യൂ. ഭൃഗുടി മധ്യത്തിൽ എന്നോടൊപ്പം ബാബ വന്ന് ഇരിക്കുന്നതായി, ഒരുമിച്ച് ബാബയോടൊപ്പം ഇരിക്കുന്നതായി അനുഭവം ചെയ്യൂ. बाबा परम पवित्र है, शांति के सागर है, प्यार के सागर है. उस शांति की, प्यार की, शक्ति की लहरों में लहराओ. ബാബ പരമപവിത്രമാണ്. ബാബ ശാന്തിയുടെ സാഗരമാണ്, സ്നേഹത്തിൻ്റെ സാഗരമാണ്. പവിത്രതയുടെയും സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും അലകളിൽ അലയടിക്കുന്നതായി അനുഭവം ചെയ്യും.
से दिल से बहुत 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 धन्यवाद, क्योंकि यज्ञ की बातें जितना सुने वो कम है, और भी सुनना ऐसे मन लगता है। तो बहुत बहुत दिल से धन्यवाद भाई जी। ओम शांति।